I'm inviting Dr. P. Shaila for moderating Malayalam session. Dr. P. Shaila, you're welcome. Please. Okay, thank you, Dr. Rajini. Thank you, all doctors in English session. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് IFPHന്റെ തുടർന്നു വരുന്ന വെബ് പരമ്പരയുടെ 1555 ദിവസം. ഇന്ന് മലയാളം സെഷനിൽ ചികിത്സാനുഭവങ്ങൾ പങ്കുവയ്ക്കുവാനായി എത്തുന്നത് ഡോക്ടർ നിത്യ PS ആണ്. ഡോക്ടർ നമുക്ക് ധാരാളം ക്ലാസ്സുകൾ ഇതിനകം എടുത്തിട്ടുണ്ട്. വളരെ രസാവഹമായി ക്ലാസ്സുകൾ നമുക്ക് എടുക്കാറാണ് പതിവ്. ഇന്നും നല്ലൊരു ക്ലാസ് പ്രതീക്ഷിക്കുന്നു. ഇന്ന് ഈ നിത്യ ഡോക്ടറുടെ ചികിത്സാനുഭവങ്ങൾ പങ്കുവയ്ക്കുന്ന വേളയിൽ സൂം പ്ലാറ്റ്ഫോമിലെത്തിയിട്ടുള്ള എല്ലാ ബഹുമാന്യരായ ഡോക്ടേഴ്സിനെയും ഹോമിയോപ്പതി സ്നേഹികളെയും സ്റ്റുഡൻസിനെയും എല്ലാവരെയും ഞാൻ വളരെ സ്നേഹപൂർവ്വം ഇന്നത്തെ സെഷനിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പായി ഒരു നിമിഷം ഈശ്വര പ്രാർത്ഥന. നന്ദി. എല്ലാ ദിവസവും നമുക്ക് വ്യത്യസ്തമായ വിഷയങ്ങളിലാണ് ഡോക്ടർ ക്ലാസ് എടുക്കാറ് പതിവ്. ധാരാളം ചികിത്സാ അനുഭവങ്ങളും അതുപോലെ തന്നെ സൈക്കോളജിക്കൽ കേസുകളിലൊക്കെ വളരെ വിദഗ്ധമായി ചികിത്സ നടത്തുകയും പല അവാർഡുകളും കരസ്ഥമാക്കിയ ഡോക്ടറാണ് ഡോക്ടർ നിത്യ PS. വളരെ നല്ലൊരു ക്ലാസ് പ്രതീക്ഷിച്ചുകൊണ്ട് ഡോക്ടറെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യും. ഡോക്ടറെ ക്ലാസ് തുടങ്ങും. ഗുഡ് ഈവനിങ്. സമയം ഒരു 9:30 ആയി. എല്ലാവരും പകുതി ഉറക്കം, കുറച്ച് തണുപ്പൊക്കെ ഉണ്ട്. അപ്പൊ കൈയൊക്കെ ഒന്ന് റബ്ബ് ചെയ്തിട്ടൊന്ന് മുഖത്തോട്ട് ചെറുതായിട്ടൊരു ചൂടൊക്കെ ഒന്ന് കൊടുത്തേ. ഒന്ന് ഉണന്നേ എല്ലാരും. ഓക്കെ. അപ്പോ നമുക്ക് നമ്മുടെ ഇന്ന് എന്നോട് ധനേഷ് സാർ പറഞ്ഞെന്ന് വെച്ചാൽ ചികിത്സാ അനുഭവത്തെ കാട്ടി PCODയുടെ ഒരു കേസ് വെച്ച് പ്രസന്റ് ചെയ്യാനാണ് ധനേഷ് സാർ പറഞ്ഞിരുന്നത്. അപ്പോൾ ഞാനൊരു കേസ് വെച്ചിട്ട് എനിക്ക് കിട്ടിയ ഒരു കേസ്, വളരെയധികം സന്തോഷം തോന്നിയ ഒരു ഹോമിയോപ്പതിക്ക് ഇത്രയും ചെയ്യാൻ പറ്റുമെന്ന് തോന്നിയ ഒന്ന് മനസ്സിലാക്കി തന്ന ഒരു നല്ലൊരു കേസ്. അപ്പം അതിനു മുമ്പ് നമുക്ക് ഈ PCOD ഒന്ന് ജസ്റ്റ് ഒന്ന് ബ്രഷപ്പ് ചെയ്യാം. നമ്മൾ കഴിഞ്ഞ ദിവസം PCOD പറഞ്ഞിരുന്നു. എന്നാലും PCODയുടെ ഉത്ഭവം എന്താണ്, എവിടെ പല ഗൈനക്കോളജിസ്റ്റും അലോപ്പതിക് ഡോക്ടേഴ്സും ഒക്കെ ചോദിക്കും, ഈ PCODക്കകത്ത് ഹോമിയോപ്പതി എന്ന് പറഞ്ഞ ശാസ്ത്രത്തിന് എന്ത് ചെയ്യാൻ പറ്റും? PCOD എന്ന് പറഞ്ഞ യൂട്രസിനകത്ത് വരുന്ന ഒരു ഗൈനക്കോളജിക്കൽ കംപ്ലൈന്റിന്റെ അതിന് ഹോമിയോപ്പതിക്ക് എന്താ ചെയ്യാൻ പറ്റുന്നത് എന്നുള്ളതാണ്. അതിനാണ് ഹോമിയോപ്പതിക്ക് ചെയ്യാൻ പറ്റുന്നത്. കാരണം PCOD എന്ന് പറയുമ്പം PCODയും PCOSും ഇത് രണ്ടും തമ്മിൽ ഒരു ചെറിയ ഡിഫറൻസേ ഉള്ളൂ. അതായത് നമ്മൾ ഫസ്റ്റ് ഫേസിൽ ഒരു പേഷ്യന്റ് റിപ്രൊഡക്റ്റീവ് ഏജിലോട്ട് പോയ ഒരാളോ ഇപ്പോഴത്തെ PCOD കേസസ് കാണുന്ന വെച്ചാൽ നമ്മൾ കാണുന്നത് ജസ്റ്റ് ഇപ്പം മെനാർക്കി ആയ കേസസ് തൊട്ട് മെനോപോസിന് ജസ്റ്റ് മുന്നേ കേസ് വരെ ഏത് ഉള്ള ഏജിലുള്ളവർക്കും PCOD ഇപ്പൊ കാണുന്നുണ്ട്. അപ്പോ ഈ PCODയുടെ നമ്മൾ കാണുമ്പോൾ ഫിസിക്കൽ സിംറ്റം എന്താ കാണുന്നത്? ഓവറിക്കകത്ത് കുറച്ച് കുമ്മളകൾ മാത്രമേ കാണുന്നുള്ളൂ, സിസ്റ്റുകളായിട്ട് ഇങ്ങനെ കാണുന്നു. പക്ഷേ ഈ സിസ്റ്റുകൾ എങ്ങനെ ഉണ്ടാവുന്നു, അതാണ് അതിന്റെ നമ്മൾ ഫസ്റ്റ് ചിന്തിക്കേണ്ട കാര്യം. എന്തുകൊണ്ട് ഈ സിസ്റ്റ് ഉണ്ടാകുന്നു? വന്നിരിക്കുന്ന സിസ്റ്റ് എന്തുകൊണ്ട് നെക്ലേസ് പാറ്റേണിലായിട്ട് സ്റ്റീൻ ലാവെന്തൽ സിൻഡ്രോം പോലെ കുറെ കുമ്മളകൾ ഇങ്ങനെ ചേർന്ന് മുത്തുമുത്ത് പോലെ ഒരു മാലയായിട്ട് എന്തുകൊണ്ട് മാറുന്നു? ആ ആൻസർ ആണ് ഹോമിയോപ്പതിക്ക് ചെയ്യാൻ പറ്റുന്ന എന്താണെന്ന് നമുക്ക് മറുപടി കൊടുക്കാൻ പറ്റുന്നൊരു കാര്യം. അത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കാണുന്ന സിംറ്റം എന്തായിരിക്കും? ഇങ്ങനെ കുമ്മള പോലെ കണ്ടു. അപ്പൊ റിപ്രൊഡക്റ്റീവ് ഏജിൽ ചിലപ്പോൾ അവർ തന്നെ പോയി ഒരു USG ഒക്കെ എടുത്ത് നോക്കുമ്പോൾ അതിനകത്ത് PCOD കണ്ടു. അപ്പൊ അവർ നമ്മുടെ അടുത്ത് വരികയാണ്, ഡോക്ടർ എനിക്കിങ്ങനെ PCOD ഉണ്ട് എന്ന് പറഞ്ഞിട്ട് വരികയാണ്. അപ്പൊ യൂഷ്വലി നമ്മൾ കാണാറുള്ള കേസസിനകത്ത് ഈ PCOD എന്ന് പറയുമ്പോൾ ആ യൂട്രസിലേക്ക് മാത്രം നിൽക്കുന്ന ഒരു സാധനമാണോ? അല്ല. അത് ഒരു സിംറ്റം മാത്രം, സിൻഡ്രോമാണ്. ഒരു ഗ്രൂപ്പ് ഓഫ് സിംറ്റംസ് ചേർന്ന് ഒരു സിൻഡ്രോമായിട്ട് പ്രസന്റ് ചെയ്യുക. അപ്പം ഇത് എന്തൊക്കെ സിംറ്റംസ് ആണ് അതിന്റെ കൂടെ കാണിക്കുന്നത്? അതിൽ നിന്നാണ് നമ്മൾ PCOS ആണോ എന്ന് കൺഫേം ചെയ്യുന്നത്. അതായത് മെലിഞ്ഞിരിക്കുന്ന ആള് പെട്ടെന്ന് വണ്ണം വെക്കുക. പക്ഷേ മെലിഞ്ഞിരിക്കുന്ന ആൾ വണ്ണം വെക്കുന്ന PCOD കേസസിനകത്ത് കൂടുതലും 90% വണ്ണം വെക്കുന്നതായിട്ട് കാണുന്നെങ്കിൽ 10% മെലിയുന്നതായിട്ടും കാണുന്നുണ്ട്. ഈ രണ്ട് കോൺട്രവേഴ്സീസും കാണുന്നുണ്ട്. അപ്പോ ഇത് എങ്ങനെയായിട്ട് ഈ സിൻഡ്രോമിനകത്ത് ബാക്കി എന്തൊക്കെ സിംറ്റംസ് ആണ് വരുന്നത്? ഒരുപാട് സിംറ്റംസ് ഉണ്ട്. അതാണ് നമ്മൾ ഫസ്റ്റ് മനസ്സിലാക്കേണ്ടത്. ആസ് എ ഹോമിയോപ്പതി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. കാരണം നമ്മളിപ്പോ PCOD ആയിട്ടൊരു കേസ് വന്ന് സങ്കടമുണ്ടോ, നേരത്തെ വിഷമം ഉണ്ടായിട്ടുണ്ടോ, എന്തുകൊണ്ടാണ് വിഷമം, പെട്ടെന്ന് വല്ല പേടിപ്പിക്കുന്ന കാര്യം ഉണ്ടായോ എന്നുള്ളതിൽ കവിഞ്ഞ് നമ്മൾ അതിന്റെ കൂടെ ഉള്ള ആഡഡ് സിംറ്റംസും ഭയങ്കരമായിട്ട് ആഡ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. അതായത് ഇതിനകത്ത് വരുന്ന പ്രധാനപ്പെട്ട ചേഞ്ച് എന്ന് വെച്ചാൽ മെയിൽ ഹോർമോൺ കൂടുന്നു, പ്രൊജസ്ട്രോണിന്റെ ലെവല് റേസ്ഡ് ആയിട്ട് നിൽക്കുന്നുണ്ട്, മെയിൽ ഹോർമോൺസ് ലെവൽ കൂടുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. അപ്പം അതുകൊണ്ട് എന്തൊക്കെ സിംറ്റംസ് വരുന്നത്?
ആക്നെ ഓൺ ദ ഫേസ്, മുഖത്ത് ചുമ്മാ ഇരുന്ന കുട്ടിയുടെ മുഖത്ത് പെട്ടെന്ന് മുഖക്കുരു വരിക. പിന്നെ ഹെയർ ഗ്രോത്ത്, അബ്നോർമൽ ഹെയർ ഗ്രോത്ത്, മെയിൽ ടൈപ്പ് ക്യാരക്ടേഴ്സ് ആണ് ഇതെല്ലാം. എന്താണ്, മുടി ബാൾഡായിട്ട് മാറുന്നു, മുടി കൊഴിഞ്ഞു റൂട്ടോടെ പറഞ്ഞു പോകുന്നു. അപ്പം ബാൾഡ്നെസ് തന്നെയാണ് അനുഭവപ്പെടുന്നത്. പൊഴിയുക എന്നുള്ളതല്ല, റൂട്ടോടെ പറഞ്ഞു പോവാണ്. അപ്പൊ നല്ല എന്താ പറയാ, ഒരു സ്കെയിലി ബാൾഡ്നെസ്, മിറർ ടൈപ്പ് ഓഫ് ബാൾഡ്നെസ് ആണ് കാണുന്നത്. പിന്നെ എന്തൊക്കെ കാണുന്നുണ്ട്, മുഖത്ത് പിഗ്മെന്റേഷൻ അപ്പിയർ ചെയ്യാം, കുരുക്കൾ പോലെ അപ്പിയർ ചെയ്യാം, പിഗ്മെന്റേഷൻ അപ്പിയർ ചെയ്യാം, ആക്നെ വരാം, പിന്നെ ഡിസ്കളറേഷൻ വരാം. എവിടെയൊക്കെ വരാം ഡിസ്കളറേഷൻ? മെയിൻ ഓൺ ഡിസ്കളറേഷൻ വരുന്ന കഴുത്തിന് ചുറ്റുമായിരിക്കും, നല്ല കറുപ്പ് കളർ വീഴുന്നുണ്ട്. കാലിലെ തുടയിലൊക്കെ പിഗ്മെന്റേഷൻ വരാം. അപ്പം ഇങ്ങനെ ടൈപ്പ് ഓഫ് സിംറ്റംസ് കാണിക്കുന്നുണ്ട്. ഓൾസോ അപ്പൊ ഇങ്ങനത്തെ കേസസ് വരുമ്പോൾ വേറെ എന്തെങ്കിലും കൂടെയൊക്കെ വരാമോ? വരാം. എന്തൊക്കെ വരാം? ഇൻഫെർട്ടിലിറ്റിയിലേക്ക് ലീഡ് ചെയ്യാം കറക്റ്റ് ആയിട്ട് ട്രീറ്റ്മെന്റ് നടത്തിയില്ലെങ്കിൽ. യൂഷ്വലി സംഭവിക്കാറുള്ള കാര്യം എന്ന് വെച്ചാൽ ഒരു PCOD വന്നു. അപ്പൊ PCOD വരുമ്പോൾ യൂഷ്വലി ഇച്ചിരി സാമ്പത്തികമുള്ള വീട്ടിലൊരു കുട്ടിയൊക്കെ ആണെങ്കിൽ പേരൻസ് പെട്ടെന്ന് ചെയ്യും, PCOD എന്റെ കുട്ടിക്ക് ഇങ്ങനെ ഒരു വന്നു, ഏറ്റവും നല്ല ഹോസ്പിറ്റലിൽ ഏറ്റവും നല്ല ട്രീറ്റ്മെന്റ് കൊടുക്കാന്ന് പറഞ്ഞ് ചിലപ്പം വലിയ മുന്തി ഹോസ്പിറ്റൽസിലേക്ക് ആയിരിക്കും കൊണ്ടുപോകുന്നത്, പുതിയ ഹോസ്പിറ്റൽസ്. സോ ദേ വിൽ സ്റ്റാർട്ട് ദ എന്ത് ചെയ്യും? ദേ വിൽ സ്റ്റാർട്ട് ദ ഹോർമോൺ ട്രീറ്റ്മെന്റ്. ഹോർമോൺ ട്രീറ്റ്മെന്റ് ചെയ്യുമ്പോൾ നമുക്കറിയാം, മെൻസസ് ആകാതിരിക്കുമ്പോൾ സാധാരണ ഗൈനക്കോളജിക്കൽ കേസിൽ എന്തൊക്കെ ടാബ്ലറ്റ്സ് അത് കൊടുക്കും നമുക്കറിയാം. പ്രൈമോല്യൂട്ടോ ഓറാനോ വല്ലതും കൊടുക്കും. ഈ പ്രൈമോല്യൂട്ടോ ഓറാനോ കൊടുക്കുമ്പോൾ എന്താ സംഭവിക്കുക? ആ ഹോർമോണിന്റെ എഫക്റ്റ് കൊണ്ട് കുട്ടി കറക്റ്റ് 28 ദിവസം ആകുമ്പോഴത്തേക്കും എന്താവും? മെൻസസ് ആവും. പക്ഷെ അതിനകത്ത് എന്താ പ്രശ്നം? മെൻസസ് ആകുന്നുണ്ട്, പക്ഷെ കറക്റ്റ് മെൻസ്ട്രേഷൻ ആണോ? എപ്പോഴാണ് വെൻ ക്യാൻ ബി ക്ലെയിം ദാറ്റ് മെൻസ്ട്രേഷൻ ഇസ് എ പെർഫെക്റ്റ് മെൻസ്ട്രേഷൻ? അതിനകത്ത് ഓവം വരുന്നുണ്ടെങ്കിൽ, ഷെഡ് ഔട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രമേ നമുക്കതൊരു മെൻസ്ട്രേഷൻ, ജെനുവിൻ മെൻസ്ട്രേഷൻ എന്ന് പറയാൻ പറ്റുള്ളൂ. മറ്റേതങ്ങനല്ല, നമ്മൾ ഒരു ഹോർമോൺ ഗുളികയുടെ സഹായത്തോടു കൂടി മെൻസ്ട്രേഷൻ ആക്കുന്നുണ്ട്. സം ടിഷ്യൂ ഡെഡ് സെൽസ് ആർ ഗോയിങ് അലോങ് വിത്ത് ദ ബ്ലഡ്, ഓക്കെ, ഇറ്റ്സ് ഫൈൻ. പക്ഷേ എന്താ സംഭവിക്കുക? ഒരു രണ്ടോ മൂന്നോ മാസം അവർ ഹോർമോൺ ട്രീറ്റ്മെന്റ് കൊടുക്കും. ഓക്കെ, ഇത് 3 മാസം ആ കുട്ടി വരുന്ന ആള് റിപ്രഡക്റ്റീവ് ഏജ് ഇരിക്കുന്ന വിമൻ ആയാലോ കുട്ടിയായാലോ വാട്ട് എവർ മേ ബി, 20 വയസ്സിന് ശേഷമുള്ള ആർക്കും ഇത് കൂടുതലായിട്ട് വരാം. അപ്പൊ അവർ മെൻസ്ട്രേറ്റ് ചെയ്യുന്നു. അപ്പൊ അവരെന്താ വിചാരിക്കുക? ഓക്കെ, ഇറ്റ്സ് ഫൈൻ, നമ്മുടെ PCOD ഈസ് ഓക്കെ, ഇത് കെയിം ബാക്ക് ടു നോർമൽ. അതാണോ സത്യം? അല്ല, ഇറ്റ്സ് നോട്ട് ദ ട്രൂത്ത്. അത് ശരിക്കും മെൻസ്ട്രേഷൻ ആയിട്ടില്ല. അപ്പൊ നമ്മൾ 3 മാസം കഴിയുമ്പോൾ എന്ത് സംഭവിക്കും? whenever they stop the hormone treatment, what happen? Again menses stop. അപ്പൊ എന്ത് ചെയ്യും? മിസ്സിംഗ് പീരീഡ്സ്. ഒന്നെങ്കിൽ ഒരു 12 മാസം മെൻസസ് ആവേണ്ട കുട്ടി മാക്സിമം ഒരു 9 മാസം മെൻസസ് ആകുള്ളൂ. ബാക്കി ഒരു വർഷത്തിൽ 3-4 മാസം മെൻസസ് മിസ് ചെയ്യാണ്. അതാണ് PCODക്കകത്ത് സംഭവിക്കുന്നത്. അപ്പം ഇതൊക്കെ ഈ പറയുന്ന സിംറ്റംസ്, കുറെ ഫിസിക്കൽ സിംറ്റംസ് ഇതിന്റെ കൂടെ വരുന്നുണ്ട്. അതർ ദാൻ ദാറ്റ് എന്താ, കാർഡിയാക് ഇഷ്യൂസ് വരാൻ സാധ്യതയുണ്ട്. PCOD കേസസിനകത്ത് ഇൻഫെർട്ടിലിറ്റിക്ക് ഒപ്പം തന്നെ വരാൻ സാധ്യതയുള്ളതാണ് കാർഡിയാക് ഇഷ്യൂസ്. ഓൾസോ ഇൻസുലിൻ റെസിസ്റ്റൻസ് വരാനുള്ള സാധ്യത കൂടുതലാണ്. സോ വാട്ട് ഹാപ്പൻ? ദേ വിൽ പ്രോൺ ടു ഗോ ടു ടൈപ്പ് 2 ഡയബറ്റിസ്. ഇൻസുലിൻ റെസിസ്റ്റൻസ് വരും. അപ്പൊ എന്താ? ഇൻസുലിന്റെ അളവ് കുറയും, ഡയബറ്റിസ് ആകാനുള്ള സാധ്യത കൂടുതലാണ്. വെൻ യു ഗോ ഫോർ ദ HbA1c നമുക്ക് കാണാൻ പറ്റും, ഒരു 5.8 പുറത്തൊക്കെ 5.8 അടുപ്പിച്ചോ 5.9 6 ഒക്കെ പോകാൻ സാധ്യതയുണ്ട്. സ്റ്റാൻഡ് ഓൺ ദ ബ്രിം. ആ അത്രയും ഫിസിക്കൽ ചേഞ്ചസ് ആണ് ഈ എന്താണ് PCOS കാണിക്കുന്നത്. ഇത്രയും സിംറ്റംസ്, മിസ്സിംഗ് ദ പീരിയഡ്, and they're having some acne or something just like that, the black discoloration, and they're having baldness, hair fall, then discoloration on specific parts of the body. പിന്നെ ഇങ്ങനെയുള്ള കുറെ മിസ്സിംഗ് പീരിയഡ്, സ്പോട്ടിങ്, ഇങ്ങനത്തെ കുറെ സിംറ്റംസ് വരുമ്പോൾ വി ക്യാൻ കൺഫേം ഇറ്റ് ആസ് PCOS. അത് PCODയോ PCOSോ ആണെന്ന് നമുക്ക് അതിൽ കൺഫേം ചെയ്യാൻ പറ്റും. ഓക്കെ, ഫൈൻ. പക്ഷേ ഇതുകൊണ്ടായില്ല. അപ്പൊ നമ്മൾ ഇതിനകത്ത് ചിന്തിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, വൈ ഇറ്റ്സ് ഹാപ്പനിങ്? എന്തുകൊണ്ടാണ്? ഇവിടെ ഇപ്പൊ ഇൻസുലിൻ ഹോർമോൺ വരാത്ത കേസ് അല്ല. ദെൻ വാട്ട് ഈസ് ഹാപ്പനിങ്? ആ കുട്ടിക്ക് അവിടെ ഓവറിയിൽ നിന്ന് ഓവം വരുന്നുണ്ടോ, ഓവം റിലീസ് ചെയ്യുന്നുണ്ടോ, അല്ലെ ഓവം മെച്ചർ ആകുന്നുണ്ടോ? അതാണ് നമ്മൾ അറിയേണ്ടത്. നോ, മെച്ചർ ഓവം അതിൽ നിന്ന് റിലീസ് ചെയ്യുന്നില്ല. അപ്പൊ എന്ത് സംഭവിക്കും? ദാറ്റ് വിൽ സ്റ്റിക്ക് ഓൺ ടു ദാറ്റ്. അവിടെ തന്നെ ഇരിക്കേണ്ട, അതായത് അണ്ടാശയത്തിനകത്ത് തന്നെ മുട്ട ഈസ് സ്റ്റാൻഡിങ് ദെയർ. ഇറ്റ്സ് നോട്ട് മെച്ചുറിങ് ആൻഡ് നോട്ട് കമ്മിങ് ഔട്ട് ഡ്യൂറിംഗ് ദ മെൻസ്ട്രേഷൻ. ഇതാണ് PCODക്കകത്ത് സംഭവിക്കുന്നത്. അപ്പൊ ഇത് എന്തുകൊണ്ട് സംഭവിക്കുന്നു? ഹോർമോൺ നമ്മുടെ തലച്ചോറിൽ നിന്ന് വരേണ്ട പല ഹോർമോൺസും കറക്റ്റ് ആയിട്ട് മെസ്സേജ് കൊടുക്കാതിരിക്കുമ്പോഴാണ് എന്ത് സംഭവിക്കുന്നത്? ദിസ് ഓവം ഈസ് നോട്ട് മെച്ചുറിങ്. അതിനെ തുടർന്നാണ് ബാക്കി സിംറ്റംസ് എല്ലാം ഉണ്ടാകുന്നത്. ഇപ്പൊ നമ്മളൊരു ചെടി വളർന്നു, ചെടിയുടെ പഴത്തിൽ പോയിട്ട് ചികിത്സിച്ചിട്ട് കാര്യമില്ല. വി ഹാവ് ടു ഗോ ടു ദ സീഡ്. ലൈക്ക് ദാറ്റ് നമ്മൾ ഈ പറയുന്ന കേസിൽ എന്താണ് കോൺസ്റ്റിറ്റ്യൂഷൻ, എന്താണ് വാട്ട് ഈസ് ഹാപ്പനിങ്, അല്ലെങ്കിൽ അവിടെ കോൺസ്റ്റിറ്റ്യൂഷനകത്ത് എന്താണ് സംഭവിച്ചിരിക്കുന്നത് എന്ന് കണ്ടെത്തി അതിന് ട്രീറ്റ്മെന്റ് കൊടുക്കുന്നത്. ഐ ഡോണ്ട് തിങ്ക് ദിസ് ഹോമിയോ, എനിക്ക് എന്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് PCOD കേസസ് ഒരുപാട് സക്സസ് കിട്ടിയിട്ടുള്ള എനിക്ക് കിട്ടിയിട്ടുണ്ട്, നിങ്ങൾ പലർക്കും കിട്ടിയിട്ടുണ്ടാവും. പക്ഷേ നമുക്ക് സാധാരണ സംഭവിക്കാറുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമുക്ക് പീരീഡ് ആകാതിരുന്നാക്ക് നമ്മൾ ഹോമിയോ മെഡിസിൻ കൊടുത്തു, ഓക്കെ ഫൈൻ, മെൻസസ് ആയി, നമ്മൾ ഫോളോ അപ്പ് ചെയ്യണം. ആസ്കം ടു കം ആഫ്റ്റർ 3 months. കാരണം
3 months കഴിഞ്ഞിട്ട് എഗെയിൻ വരിക കണ്ടിന്യൂസ്ലി മെൻസ്ട്രേറ്റിംഗ് ആണെങ്കിൽ മാത്രമേ നമ്മുടെ ട്രീറ്റ്മെന്റ് സക്സസ് ആയി നമുക്ക് പറയാൻ പറ്റുള്ളൂ. അല്ലാതെ മെൻസസ് മിസ് ചെയ്തിരുന്ന ഒരാൾക്ക് നമ്മുടെ മെഡിസിൻ കൊടുത്ത് ഓക്കെ ഫൈൻ, ഒരു പ്രാവശ്യം മെൻസസ് ആയെന്ന് കരുതി വി ഡോണ്ട് തിങ്ക് ദ ട്രീറ്റ്മെന്റ് ഇസ് കംപ്ലീറ്റ്. അപ്പം നമ്മൾ ഈ PCOD കേസസിനകത്ത് ഇപ്പോഴും നമ്മൾ കാണാറുള്ള കേസ് ഒരു പ്രത്യേകത ഞാൻ കണ്ടിട്ടുള്ള ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ജസ്റ്റ് ഗോ ഫോർ ദ TFT ഓൾസോ. ഈ PCOD കേസസിനകത്ത് നമ്മൾ TFTയോ അല്ലെങ്കിൽ തൈറോയ്ഡ് സ്കാനോ ചെയ്യുമ്പം ഇതിൽ രണ്ടിൽ ഏതെങ്കിലും ഒന്ന് പോസിറ്റീവായിട്ട് കാണാറുണ്ട്. വൈ? ബിക്കോസ് ഈ നമ്മുടെ മെന്റൽ ഇത് ഫസ്റ്റ് ഓഫ് ഓൾ വിൽ എഫക്ട് ഫോർ എ വിമൻ ഇസ് ദ തൈറോയ്ഡ് ഗ്ലാൻഡ്. ഇപ്പൊ ഒരു സ്ത്രീക്ക് ഒരു പുരുഷന് യൂഷ്വലി നിങ്ങൾ എന്ന് വെച്ചാൽ ഇപ്പൊ ഞാൻ ചിന്തിച്ചിട്ടുണ്ട്, നമ്മൾ പല ആൾക്കാരും ചോദിക്കും ഡോക്ടർ ഏത് ബുക്ക് നോക്കിയിട്ടാ ഈ പറയുന്നത്, അല്ലെ ഏത് ബുക്ക് നോക്കിയിട്ടാ ചികിത്സിക്കുന്നത്, അല്ലെങ്കിൽ ഏത് ബുക്കിൽ നിന്നാ ഈ പറയുന്നതെന്ന് ചോദിക്കാറുണ്ട്. പക്ഷെ ഞാൻ എന്റെ അനുഭവത്തിൽ പറയാ ഈ ബുക്ക് എഴുതിയവരല്ല എങ്ങനെയായിരിക്കും ഈ ബുക്ക് എഴുതിയത്, എങ്ങനെയായിരിക്കും അവരുടെ എക്സ്പീരിയൻസ് കിട്ടിയ കാര്യങ്ങളിൽ നിന്നായിരിക്കും നമുക്ക് അവർ പറയുന്നത്. ഓൺ ദാറ്റ് വേ ഇപ്പൊ നമുക്ക് ഓരോ ഡോക്ടർ നിങ്ങൾ ഓരോരുത്തരും നമ്മളെല്ലാവരും തന്നെ ഓരോരുത്തരുടെ എക്സ്പീരിയൻസിൽ നമുക്ക് കിട്ടുന്ന ഒരു എന്താ പറയുന്നത്, അതായിരിക്കും ഏറ്റവും വലിയ ബുക്ക് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പം എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ ഈ തൈറോയ്ഡ് ഇഷ്യൂസ് നമ്മൾ ഒരു കേസ് വന്നു സക്സസ് ആയി അല്ലെങ്കിൽ ഫെയിലൂർ ആയി. അപ്പൊ എന്തുകൊണ്ട് സക്സസ് ആയി, എന്തുകൊണ്ട് ഫെയിലൂർ ആയി, അതിലോട്ട് നമ്മൾ പോയിന്റ് ചെയ്ത് പോയിട്ട് സക്സസ് ആയ കാര്യങ്ങളെ നമ്മുടെ എന്താ പറയാ നമ്മുടെ നോട്ട്ബുക്കിലോട്ട് ആഡ് ചെയ്യണം, നമ്മുടെ ഹാൻഡ് ബുക്കിലോട്ട് ആഡ് ചെയ്യുകയും ഫെയിലൂർ ആയ കാര്യങ്ങൾ പുറകിൽ പോകണം. ഞാൻ അങ്ങനെ പോകുന്ന ഒരാളാണ്. ഇപ്പൊ നമുക്ക് ഫെയിലൂർ ആയി കഴിഞ്ഞാൽ എന്തുകൊണ്ട് അത് ഫെയിലൂർ ആയി, അവിടെ എന്തോ കുഴപ്പം പറ്റിയത് എന്നുള്ളത് നമ്മൾ കണ്ടെത്തി അതിന്റെ പുറകെ പോയി കഴിഞ്ഞാൽ കുറെ കൂടെ റിസർച്ചസ് നമുക്ക് ചെയ്യാൻ പറ്റും. ബിക്കോസ് ഈ എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഞാൻ ഇത് ഒരു കേസ് ഇന്ന് പ്രസന്റ് ചെയ്യാൻ പോകുന്നത്. ഇറ്റ്സ് സ്റ്റോറി, ഒരു കഥ പോലെ പറയാൻ പറ്റിയ ഒരു കേസാണ്. പക്ഷെ ഭയങ്കരമായിട്ട് കോൺഫിഡൻസ് കിട്ടി, ഒരു ഹോമിയോപ്പതി ഡോക്ടർ എന്നുള്ള നിലയിൽ നമുക്ക് ഭയങ്കര കോൺഫിഡൻസ് കിട്ടിയ ഒരു കേസാണ്. ഇപ്പൊ ഞാനിപ്പോ നേരത്തെ പറഞ്ഞ പോലെ ഈ PCOD വരുന്ന കേസസിനകത്ത് ഈ ജസ്റ്റ് ഗോ ഫോർ ദ തൈറോയ്ഡ് ടെസ്റ്റ് എന്ന് പറയുന്നതിനകത്ത് കാരണം എന്ന് വെച്ചാൽ TSH എന്ന് പറയുന്ന ഒരു സാധനം നമ്മൾ നോക്കുമ്പോൾ TSH ഇസ് ജസ്റ്റ് വെരി ഗുഡ് മാർക്ക്. മെന്റൽ ഹെൽത്ത് സ്റ്റാറ്റസ് മെഷർ ചെയ്യാൻ ഏറ്റവും നല്ല സാധനം TSH. ബിക്കോസ് TSH ലെവൽ നമ്മൾ നോക്കുമ്പോൾ ഇഫ് ഇറ്റ് ഇസ് എ ഹൈപ്പർ തൈറോയ്ഡ് കേസ്, ഹൈപ്പർ തൈറോയ്ഡ് ആണോ ഹൈപ്പർ തൈറോയ്ഡ് ആണോ എന്ന് നമുക്ക് TFT നോക്കുമ്പോൾ മനസ്സിലാവും. ഓക്കെ, ഇപ്പൊ നമ്മൾ TSH നോക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക, എപ്പോഴും നമ്മൾ മിസ് ചെയ്ത് പോകുന്നൊരു കാര്യമുണ്ട്. ഇപ്പൊ TSH നോക്കുമ്പോൾ നമ്മൾ എബവ് 4.5 ആണെങ്കിൽ ഓക്കെ ഇറ്റ്സ് ഹൈപ്പർ തൈറോയ്ഡ് എന്ന് പറയും. ആൻഡ് ഇഫ് യു ഗോ ടു ദ TSH വാല്യൂ ആൻഡ് ഒരു 4.5-ൽ താഴെയോട്ടാണ് TSH ലെവൽ നിൽക്കുന്നതെങ്കിൽ ഓക്കെ ഇറ്റ്സ് 2.5 ഒരു 18-25 ഏജ് ഉള്ള ഒരു ലേഡിയാണ് ഗോയിങ് ഫോർ ദ TSH ടെസ്റ്റ്. ആൻഡ് നമ്മൾ നോക്കുമ്പോൾ കാണുന്നത് ഒരു 2.5 ഓക്കെ ഇറ്റ്സ് യുവർ TSH വാല്യൂ ഇസ് നോർമൽ, ഡസന്റ് ഹാവ് എ തൈറോയ്ഡ് എന്ന് നമ്മൾ പറഞ്ഞു വിടാതെ ഈ 2.5 ഒരു 40 വയസ്സുള്ള ഒരു 35 വയസ്സുള്ള ആളിന് 2.5 പോരാ TSH. സോ ജസ്റ്റ് ഗോ ഫോർ എ തൈറോയ്ഡ് സ്കാൻ ആൻഡ് പ്രോബബ്ലി ദർ മേ ബി എ നൊഡ്യൂൾ. ഒരു നൊഡ്യൂൾ ഉണ്ടാകാനുള്ള സാധ്യത ഭയങ്കര കൂടുതലാണ് ആ കേസസിൽ, ഓർ മേ ബി ഹാവിങ് എ തൈറോയ്ഡൈറ്റിസ്. പക്ഷേ ഇത് രണ്ടും നമുക്ക് മൈൻഡ് അസസ് ചെയ്യാൻ ഭയങ്കരമായിട്ട് സഹായിക്കും. കാരണം ഇപ്പൊ TSH ലെവൽ ഭയങ്കര കൂടുതലാണെങ്കിൽ ഹൈപ്പർ തൈറോയ്ഡ് ആണ്, സോ വി ക്യാൻ അസസ് ദ പേഷ്യന്റ് ഇസ് ഗോയിങ് ത്രൂ ഫേസ് ഓഫ് ഡിപ്രഷൻ. അപ്പം ഈ ഡിപ്രഷൻ എന്ന് പറയുമ്പോൾ തന്നെ ഡിപ്രഷൻ എന്ന് പറയുമ്പോൾ നമ്മുടെ മൈൻഡിൽ വി ഹാവ് സം മെഡിസിൻസ് ദാറ്റ് ഇസ് ജസ്റ്റ് ലോക്കലൈസ്ഡ്, വി കെപ്റ്റ് ഇറ്റ് ദാറ്റ് ആസ് എ ഡിപ്രഷൻ മെഡിസിൻ. പക്ഷെ അങ്ങനല്ല, ഹോമിയോപ്പതിയിൽ ഡിപ്രഷനകത്ത് ഒരു വൈഡ് റേഞ്ച് ഓഫ് മെഡിസിൻസ് ഉണ്ട്. നമ്മൾ ചിന്തിക്കുന്നതിനും അപ്പുറത്തോട്ട് നമ്മൾ ഒരിക്കലും ഈ മെഡിസിൻ ഡിപ്രഷൻ ഉണ്ടായിരുന്നോ എന്ന് ചിന്തിക്കുന്നു. ഈവൻ അക്കോണൈറ്റിസ് ഹാവിങ് ഡിപ്രഷൻ. അത് അതിന്റെ അത്രയും മൈന്യൂട്ട് ലെവലിൽ കയറി നോക്കുമ്പോഴേ നമുക്കത് മനസ്സിലാകത്തുള്ളൂ. ഓക്കെ, അപ്പം ഞാനിപ്പോ പറയുന്ന ഒരു കേസ് എന്ന് വെച്ചാൽ എനിക്ക് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ പ്രൈവറ്റ് ക്ലിനിക്കിലൊക്കെ വരുന്ന കേസുകൾ നമ്മൾ ഭയങ്കര സൂക്ഷിച്ചൊക്കെ നോക്കും. എന്താ നമുക്കിപ്പോ മറ്റേ നമ്മുടെ ഇപ്പൊ NHM ഡിസ്പെൻസറി ആയാലും ഗവൺമെന്റ് ഡിസ്പെൻസറി ആയാലും നമുക്ക് അത്രയും സമയം കിട്ടാറില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, പെട്ടെന്ന് ലുക്ക് ഇൻ ടു എന്താണ് പെട്ടെന്ന് ആ ഒരു വിതിൻ 10 seconds നമുക്ക് കിട്ടുന്ന ഒരു സിറ്റിങ്ങിനകത്ത് നമ്മൾ ആ കേസ് എടുത്ത് വിടുകയാണ്. അപ്പൊ നമുക്ക് ആ പേഷ്യന്റിനെ പറ്റി കൂടുതൽ ഒരു സിറ്റിംഗ് ഇപ്പൊ നമ്മളാണെങ്കിലും ഒരു ഡോക്ടറെ അടുത്ത് പോയിട്ട് എല്ലാ കാര്യവും ഒറ്റ സംസാരം, നമ്മളിനി എത്ര സ്നേഹത്തോടെ അവരോട് സംസാരിച്ചാലും ദേ വോണ്ട് ബി നമ്മളായാൽ പോലും ആ ആളിലൊരു കോൺഫിഡൻസ് വെക്കത്തില്ല. ഒരു ലെവൽ വരെ വെക്കുള്ളൂ. ദേ വോണ്ട് ഓപ്പൺ അപ്പ് എവറിത്തിങ് ഓൺ എ ഫസ്റ്റ് സിറ്റിംഗ്. അത് പിന്നെ ഇങ്ങനെ അത്ര ഓപ്പൺ അപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ചില മെഡിസിൻ മൈൻഡ് ഉള്ള ആൾക്കാർ മാത്രമേ അത്ര ഓപ്പൺ അപ്പ് ചെയ്യത്തുള്ളൂ. അല്ലാതെ നോ പേഴ്സണൽ ഓപ്പൺ അപ്പ് അത് ഹാവ് എൻ ഇന്റിമസി. അപ്പൊ അത് കിട്ടത്തില്ല. ഇൻ ദ സെയിം വേ എന്റെ പ്രൈവറ്റ് ക്ലിനിക്ക് എന്റെ ഗവൺമെന്റ് NHM ഡിസ്പെൻസറിയിലും എനിക്കൊരു കേസ് വന്നു. അപ്പം എന്റെ ആശുപത്രിയിലും ഈ പറഞ്ഞ നിങ്ങൾ ഇവിടെ ഇരിക്കുന്ന ഓരോ സർക്കാർ ആശുപത്രികളിലും ജോലി ചെയ്യുന്ന ഡോക്ടർമാരെ കണക്ക് വളരെ തിരക്കുള്ള നിറച്ച് പേഷ്യന്റ് ഉള്ള ഡിസ്പെൻസറിയാണ്.
അപ്പൊ സമയമില്ല. അപ്പൊ എന്തായാലും ഞാനൊരു കേസ് വന്നു. അപ്പൊ ഇവരിങ്ങനെ പെട്ടെന്ന് എടുത്ത് പറഞ്ഞു, ഡോക്ടർ ഇത് എന്റെ അപ്പൊ ദാറ്റ് ലേഡി ഈസ് വർക്കിംഗ് ഇൻ ദ നിയറസ്റ്റ് അലോപ്പതി ഹോസ്പിറ്റൽ. അലോപ്പതി ഗവൺമെന്റ് ഹോസ്പിറ്റലിലെ സ്റ്റാഫ് നഴ്സ് ആണ് അവര്. അപ്പൊ അവര് എനിക്ക് പരിചയമുണ്ട്. അപ്പൊ ഞാൻ ചോദിച്ചു, എന്ത് പറ്റി മാഡം? അത് മാഡം എന്റെ മോക്ക് പിന്നെ PCOD ഉണ്ട് മാഡം. പിന്നെ മാഡത്തിനെ കൊണ്ട് കാണിക്കാൻ അലോപ്പതി ഹോസ്പിറ്റൽ ഡോക്ടർ തന്നെ പറഞ്ഞു. ജിതിൻ സാർ പറഞ്ഞു ഡോക്ടറെ തന്നെ കാണിക്കാൻ പറഞ്ഞു. അതുകൊണ്ട് ഞാൻ കൊണ്ടുവന്നു മാഡം. ഇവർക്ക് കുറെ മെഡിസിൻ കൊടുത്ത് ഇത്രയും മാത്രമേ അവർ പറഞ്ഞുള്ളൂ. പക്ഷേ നമ്മൾ സാധാരണ മിസ് ചെയ്യും. നമ്മൾ അത്രയ്ക്ക് എടുത്ത് വെച്ച് നോക്കത്തില്ല. വിൽ ഗോ ടു ദി ഇംപ്രഷൻ ആൻഡ് ഇൻ ദാറ്റ് ദ PCOD ഈസ് റിട്ടൺ ദെയർ. അപ്പൊ നമ്മൾ സാധാരണ എന്ത് ചെയ്യും? PCOD ആണ് എന്ന് പറഞ്ഞിട്ട് പിന്നെ അതിലോട്ടാണ് നമ്മൾ പോകുന്നത്. പക്ഷേ ഹിയർ എന്തോ ദൈവത്തിന്റെ ഇതുകൊണ്ട് ഞാൻ പെട്ടെന്ന് എന്തോ അത് വായിച്ചു നോക്കാൻ തോന്നി. നോക്കിയപ്പോ ഒരു ഓവറുടെ മാത്രമേ റിസൾട്ടേ എഴുതിയിട്ടുള്ളൂ. സോ ഞാൻ പെട്ടെന്ന് അവര് വേറെ ഒന്നും എന്റെ അടുത്ത് ഡിസ്ക്ലോസ് ചെയ്തിട്ടില്ല. ഷീ സെഡ് ജസ്റ്റ് ലൈക്ക് ദാറ്റ്, മാഡം എന്റെ മൾക്ക് PCOD ഉണ്ട്. സോ ഐ വോണ്ട് ട്രീറ്റ്മെന്റ്, ഹോമിയോപ്പതി ട്രീറ്റ്മെന്റ്, അത്രേ പറഞ്ഞോളൂ. സോ ഐ ജസ്റ്റ് ലുക്ക്. അതാ നമ്മളെപ്പോഴും നമ്മൾ ഡോക്ടേഴ്സ് ആണെങ്കിൽ ഓരോ മൈന്യൂട്ടസ്റ്റ് പോയിന്റ് പണി ഏത് വരുമോ നമുക്ക് അറിയാൻ പറ്റത്തില്ല. അത്ര കോഷ്യസ് ആയിട്ട് വിജിലന്റ് ആയിട്ടിരിക്കണം. ഹോമിയോപ്പതി ഡോക്ടറെ കണ്ണും ചെവിയും എല്ലാം കൂർപ്പിച്ച് വെക്കണം. അപ്പൊ സോ ഐ ജസ്റ്റ് ലുക്ക്ഡ് ഇൻ ആൻഡ് ഐ ജസ്റ്റ് റെഡ് ഇറ്റ് ഔട്ട് ഫാസ്റ്റ്ലി. അപ്പൊ ഞാൻ കണ്ട ഒരു കാര്യം വെച്ചാൽ ഒരു ഓവറുടെ റിസൾട്ടേ ഉള്ളൂ, മറ്റേ ഓവറുടെ റിസൾട്ട് കാണുന്നില്ല. അപ്പൊ ഞാൻ ഇത് എവിടെ എടുത്ത പിന്നെ സ്കാൻ സെന്ററിലാന്ന് പറഞ്ഞപ്പോ ഞാൻ ഇതാണ് ഓരോ സ്കാൻ സെന്ററുകളുടെ കുഴപ്പം. ഒരു ഓവറുടെ റിസൾട്ടേ എഴുതിയിട്ടുള്ളൂ. അപ്പൊ അവര് പെട്ടെന്ന് ഷീ ഓപ്പൺ. ഇല്ല മാഡം, ഒരു ഓവറുടെ റിസൾട്ട് അല്ല, എന്റെ മോളുടെ ഒരു ഓവറി റിമൂവ് ചെയ്തതാണ്. അപ്പൊ ഞാൻ ചോദിച്ചു, മാഡം പിന്നെ നിങ്ങൾ നേരത്തെ പറയാൻ എന്താ? ഐ തോട്ട് ഇറ്റ് അവരുടെ മിസ്റ്റേക്ക് കൊണ്ട് ഓരോ ഓവറുടെ റിസൾട്ട് ഇല്ല. യെസ്, വാട്ട് ഹാപ്പൻ? അപ്പൊ അവരെടുത്ത് പറഞ്ഞു, മാഡം അത് ഓവറിയിൽ ഒരു സിസ്റ്റം ഉണ്ടായിരുന്നു. അപ്പം പിന്നെ ജിതിൻ ഡോക്ടർ പറഞ്ഞു റിമൂവ് ചെയ്യാൻ പറഞ്ഞു. സോ ഐ വെന്റ് ടു ദ ഹോസ്പിറ്റൽ, മെറ്റെ ഗൈനക്കോളജിസ്റ്റ്. ഞാൻ പറഞ്ഞു, ഓവറിക്കകത്ത് സിസ്റ്റം വന്നതിന് ഓവറി എന്തിനാ റിമൂവ് ചെയ്യുന്നത്? എനിക്ക് ടോർഷൻ ആയോ? നോ ടോർഷൻ ഒന്നും ആയിട്ടില്ല. സോ യെസ്, വൈ ഷുഡ് യു റിമൂവ് ദാറ്റ് എന്ന് പറഞ്ഞു. അപ്പോഴാണ് ഇവര് ലേഡീസ് വെരി ഹൈഡിങ് പേഴ്സൺ. അമ്മ ഒന്നും പറയുന്നില്ല. അപ്പൊ കൊച്ചിന്റെ മുഖത്തോട്ട് ഞാൻ നോക്കിയപ്പോ ഈ കുട്ടിയുടെ മുഖത്ത്, കൊച്ചിനെ കാണാൻ ഭയങ്കര ഭംഗിയുള്ളൊരു കൊച്ച്. ശരിക്കും പറഞ്ഞാൽ നമിത പ്രമോദിന്റെ ഒക്കെ ഒരു ലുക്കുള്ള ഭയങ്കര ഭംഗി. അതിന് ആ കുട്ടി ഒന്നും കൂടെ മോഡിഫൈ ചെയ്ത് എങ്ങനെ ഇരിക്കും അതുപോലെ നല്ല സൗന്ദര്യമുള്ള ഒരു കൊച്ച്. അപ്പൊ ഞാനിങ്ങനെ എന്റെ മുഖത്തോട്ട് നോക്കിയപ്പോ എന്റെ മുഖത്ത് ഭയങ്കര സങ്കടം എഴുതി വെച്ചിരിക്കുകയാണ്. ഒരു എന്താ പറയുന്നത്, ഭയങ്കരമായിട്ട് എന്റെ മുഖത്ത് വിഷമമുണ്ട്. അപ്പൊ ഞാൻ ചോദിച്ചു, മോളെ അതിനെന്താ ഇപ്പൊ ഓപ്പറേഷൻ കഴിഞ്ഞല്ലേ ഉള്ളൂ, അതിനെന്താ ഇത്ര സങ്കടപ്പെടുന്നു എന്ന് ചോദിച്ചു. അപ്പൊ ഈ കൊച്ചു ഒന്നും മിണ്ടുന്നില്ല, എന്റെ മുഖത്തോട്ട് ഇങ്ങനെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. സോ ഐ ആസ് ലേഡി, മാഡം ഈ ഓവറി സിസ്റ്റം എന്തിനാ മാഡം ഓവറി റിമൂവ് ചെയ്ത് കളഞ്ഞ എന്തിനാ? അത് മാഡം ഇച്ചിരി പ്രശ്നം ഉണ്ടായിരുന്നു ഓവറിക്കകത്ത് എന്ന് പറഞ്ഞു. ദാറ്റ്സ് ഓൾ വാട്ട് ഹാപ്പൻ. ഐ സജ് യു ജസ്റ്റ് വെയിറ്റ്, ഐ വോണ്ട് ടു ടോക്ക് ടു ദ ഗേൾ. അവിടെ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. ആൻഡ് ആഫ്റ്റർ 1 o'clock ഐ വെന്റ് ടു നമുക്ക് തന്നെ ഒരു സെന്റർ ഉണ്ട്, തൊട്ടപ്പുറത്ത് കൗൺസിലിംഗ് സെന്റർ ഉണ്ട്. ഐ ടുക്ക് ദ ഗേൾ ടു ദാറ്റ് സെന്റർ. ഐ ജസ്റ്റ് വോണ്ട് ടു നോ വാട്ട് ഹാപ്പൻ ടു യു എന്ന് പറഞ്ഞിട്ട് ഞാൻ ആ കൊച്ചിനോട് ഇങ്ങനെ കേസ് ചോദിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ ഈ കുട്ടി കൊച്ചിനടുത്ത് പറഞ്ഞു, മാഡം മാഡം ഒരു കാര്യം ചെയ്യൂ, എനിക്ക് മാഡത്തിന് പേഴ്സണൽ ആയിട്ട് വന്നൊന്ന് കാണണം, അമ്മയെ പറഞ്ഞു വിടുവോ, എന്നാലേ എനിക്ക് സംസാരിക്കാൻ പറ്റത്തുള്ളൂ. എനിക്ക് കുറേ സങ്കടങ്ങളുണ്ട് മാഡം, എനിക്ക് കരയാൻ പോലും കഴിയുന്നില്ല. ഐ മീൻ ദാറ്റ് വേ. അപ്പൊ ഞാൻ ചോദിച്ചു, മോൾ എന്തോ ചെയ്യുന്നത് ഇപ്പൊ? അത് മാഡം ഞാനിപ്പോ ബാംഗ്ലൂർ അഹമ്മദാബാദ് ഏതോ സ്ഥലം പറഞ്ഞു വിദേശത്ത്, ഇൻസൈഡ് ഇന്ത്യ, അവിടെ MBBS പഠിക്കുക, തീരാറായി മാഡം. പിന്നെ എനിക്ക് കരയാൻ പോലും കഴിയുന്നില്ല. ദാറ്റ് ഈസ് ദ സ്റ്റേറ്റ് ഓഫ് മീ എന്ന് പറഞ്ഞു. ഐ സെഡ് ഓക്കെ മോളെ, യു ഗോ ആൻഡ് കം ടേക്ക് അനദർ അപ്പോയിന്റ്മെന്റ്, ഐ വെയിറ്റ് ഹിയർ. നിനക്ക് എപ്പോൾ വരാൻ പറ്റുമോ ഐ വെയിറ്റ് ഹിയർ. ഉച്ചയ്ക്ക് ശേഷം 2 മണിക്ക് ശേഷമോ എപ്പോൾ വേണേ വന്നോ, ഐ ബി ദേ വെയിറ്റിംഗ് ഫോർ യു, ജസ്റ്റ് മേക്ക് എ കോൾ, ഐ ബി വെയിറ്റിംഗ് ഹിയർ എന്ന് പറഞ്ഞിട്ട് ഞാൻ പതുക്കെ ആ കുട്ടീനെ വിട്ടു. അപ്പോ ആ കൊച്ച് പോയി കഴിഞ്ഞിട്ട് ഞാനും പിന്നെ ഇതൊക്കെ മറന്നുപോയി ശരിക്കും. 2 ദിവസം കഴിഞ്ഞപ്പോ ഈ കുട്ടി തന്നെ എന്നെ അടുത്ത് വിളിച്ചിട്ട് പറഞ്ഞു, മാഡം എനിക്ക് മാഡത്തിനെ കണ്ടേ പറ്റുള്ളൂ, ഐ വിൽ കം ദെയർ. കുട്ടി വന്നു. ആൻഡ് ഐ ആസ്ക്ഡ്, മോളെ യു ജസ്റ്റ് നമ്മൾ കുറെ സംസാരിച്ചു. അപ്പൊ നമ്മൾ ഈ കേസ് എടുക്കുന്നെന്ന് പറയുന്നത് ഇറ്റ്സ് എ വെരി ഡിഫറെന്റ് ആർട്ട്. കാരണം ഒരാളുടെ മനസ്സിനകത്തോട്ട് നമ്മൾ കയറി ആ വിശ്വാസം നേടിയെടുത്ത് നമ്മുടെ ഒരാളാണ് എന്നൊരു പോയിന്റ് എത്തിയാൽ മാത്രമേ എന്താണ് സൈക്കോളജിക്കൽ കേസസ് അത്രയ്ക്ക് സക്സസ്ഫുൾ ആകത്തുള്ളൂ. സോ ഐ ആസ്ക്ഡ്. അപ്പൊ ഒരു സ്റ്റേജിലെത്തിയപ്പോൾ വി ബിൽഡ് എ ഗുഡ് റാപ്പോ. ഷീ സ്റ്റാർട്ടഡ് ഓപ്പണിങ് അപ്പ്. അപ്പൊ ഞാൻ ചോദിച്ചു, എന്തോ മോളെ ഇപ്പൊ എന്തോ പ്രശ്നം, എന്തോ ആണെന്ന് എനിക്ക് പറയാൻ പോലും അറിഞ്ഞുകൂടാ മാഡം, എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല, എനിക്കിനി തിരിച്ച് അങ്ങോട്ട് പോകണമെന്നുമില്ല. ഐ ഡോണ്ട് നോ വാട്ട് ടു ഡു. ഐ ഡോണ്ട് വാണ്ട് ടു ക്രൈ. എനിക്ക് കരയാൻ പറ്റുന്നില്ല മാഡം, എനിക്ക് ചിരിക്കാൻ പറ്റുന്നില്ല, എനിക്ക് വിശപ്പില്ല, എനിക്ക് വെള്ളദാഹമില്ല. ഐ ഡോണ്ട് വാണ്ട് ടു ടോക്ക് വിത്ത് മൈ ഫ്രണ്ട്സ്. ഐ ഡോണ്ട് വാണ്ട് ഈവൻ ടു സീ ദ മൊബൈൽ. ഞാൻ മൊബൈൽ അഡിക്റ്റഡ് ആയ പേഴ്സൺ ആണ്, പക്ഷെ ഐ ഡോണ്ട് വാണ്ട് ടു സീ ദ മൊബൈൽ ഇറ്റ്സെൽഫ്. ഐ ആം ജസ്റ്റ് ലോക്ക്ഡ് ഇൻ. ഞാൻ 2 ദിവസമായി ഞാൻ ഉറങ്ങിയിട്ട് ഫുഡേ ഞാൻ കഴിക്കുന്നില്ല. സോ ഐ ഡോണ്ട് നോ വാട്ട് ടു ഡു. പണ്ട് ഞാൻ ഇഷ്ടപ്പെട്ടിരുന്ന പല കാര്യങ്ങളും എനിക്കിപ്പോ ചെയ്യാൻ പറ്റുന്നില്ല. എനിക്ക് ചെയ്യാൻ താല്പര്യമില്ല. കുക്കിംഗ് ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമായിരുന്നു. അമ്മ എന്നെ കുക്ക് ചെയ്യാനുള്ള എല്ലാ സാഹചര്യവും എനിക്ക് ഒരുക്കി തരുന്നുണ്ട്.
പക്ഷെ ഐ ഡോണ്ട് വോണ്ട് ടു കുക്ക്. ഐ വോണ്ട് ടു ലീവ് ദ റൂം. എന്റെ റൂമിനകത്ത് പുറത്തിറങ്ങാൻ എനിക്ക് തോന്നുന്നില്ല. ബട്ട് ഐ വോണ്ട് ടു ഗോ ബിക്കോസ് എക്സാം അടുത്ത് പോയി എനിക്ക് ഇനി 10 ദിവസം കൊണ്ട് ബാക്കിയുള്ളൂ. എനിക്ക് പോയേ പറ്റത്തുള്ളൂ. പക്ഷെ ഞാൻ പറയൂ ജസ്റ്റ് റിലാക്സ്. ഇപ്പോഴും മോളൊന്നും പറയണമെന്നില്ല. whenever you feel comfortable talk to me, just talk to me. Up to that point you just relax. Let's be good friends. പക്ഷെ നല്ല രീതിയിൽ ആ കുട്ടി, കാരണം ഞാൻ പറഞ്ഞല്ലോ നമുക്ക് ഇമോഷണൽ ക്രൈസിസ് എന്ന് പറയുന്ന എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ, ഇപ്പൊ ഇമോഷണൽ ക്രൈസിസിലോട്ട് ഒരാൾ വന്നു കഴിഞ്ഞാൽ ആ ആളിനെ നമ്മൾ ഇപ്പൊ എന്താ പറയാ മര്യാദ പഠിപ്പിച്ചിട്ടോ അല്ലെങ്കിൽ ആ ആളിനെ തെറ്റുകൾ ചൂണ്ടിക്കാണിച്ചിട്ടോ ഒന്നും അല്ല ചെയ്യേണ്ടത്. ദേ ആർ ദ ഇമോഷണൽ ക്രൈസിസ്. അപ്പൊ നമ്മൾ ആ ഇമോഷണൽ ക്രൈസിസ് ഉള്ള ആളെ ഇമോഷണലി തന്നെ സപ്പോർട്ട് ചെയ്ത് കൂടെ നിൽക്കുകയാണ് ആദ്യം ചെയ്യേണ്ടത് ഡോക്ടർ. സോ ഐ ജസ്റ്റ് സ്റ്റുഡ് വിത്ത് ഗേൾ. അപ്പൊ കുട്ടി ഇങ്ങനെ കുറെ കാര്യങ്ങൾ ഇങ്ങനെ രണ്ടാമത് സിറ്റിങ്ങിലും കുറച്ച് എന്തൊക്കെയോ പറഞ്ഞിങ്ങനെ ഷീസ് റിപ്പീറ്റിംഗ് ദ സെയിം. ഷീ കാണ്ട് ഈവൻ ഓപ്പൺ അപ്പ്. തുറക്കാൻ പറ്റുന്നില്ല, വാതിലേ തുറക്കാൻ പറ്റുന്നില്ല. ദാറ്റ് വേ ഷീ ഈസ് ലോക്ക്ഡ് അപ്പ്. അപ്പോ നമ്മൾ ഈ പറഞ്ഞ കണക്ക് ഈ ഡിപ്രഷൻ മെഡിസിൻസ് എന്ന് പറയുമ്പോൾ കുറേ മെഡിസിൻസ് നമുക്ക് വരും. സോ വാട്ട് എവർ മേ ബി, എനിക്ക് തോന്നിയ ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ കുട്ടിക്ക് ഇങ്ങനെ ഈ ഒരു എന്താ പറയുന്നത്, I just ask her whether you have thirst. No, I don't have any thirst. I don't want to drink water. I don't have any appetite. I'm not sleeping എന്നൊക്കെ പറഞ്ഞു. അപ്പോ ഞാൻ എന്താ ചെയ്യുക വെച്ചാൽ for just a blind prescription, I just gave her Pulsar 200. I said, you go there and whenever you feel comfortable, talk to me. Just call me or come and contact me. After 2 days, once again after 2 days, she came to me. She gave to me and said, ma'am, I want to talk to you. I can't hold it up again. I don't have the courage even to commit suicide. That is my point. I'm just sitting just like this. ഞാൻ മോളിപ്പോ എന്താ ചെയ്യുന്നത്, ഇപ്പൊ വീട്ടിൽ ഇരുന്നിട്ട് എന്തോ ചെയ്യുന്നത്. ഇപ്പൊ മാഡം ഐ സ്റ്റാർട്ട് ക്രൈ. ഇപ്പൊ കരച്ചിൽ തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ എന്നാലും അവസ്ഥയ്ക്ക് വലിയ വ്യത്യാസമൊന്നുമില്ല. ആരും കാണാതെ എവിടെയെങ്കിലും പോയിരുന്ന് കരയും വീണ്ടും. അപ്പൊ ഞാൻ എവിടെ ഇരുന്നാ കരയുന്നത്? അത് മാഡം ഞാൻ എവിടെയെങ്കിലും പോയിരുന്ന് എനിക്ക് പൊതുവെ പുറത്തൊക്കെ ഇറങ്ങി വല്ല മരത്തിന്റെ അടിയിലും ഒക്കെ പോയിരുന്ന് ആരും കാണാതെ കരയണം. ആരുടെ മുമ്പിൽ വെച്ച് കരയാൻ എനിക്ക് താല്പര്യമില്ല. അപ്പൊ ഞാൻ ചോദിച്ചു, അതെന്താ മോള്, വൈ യു ആർ നോട്ട് ഓപ്പണിംഗ് ടു യുവർ മദർ? അമ്മയോട് എന്താ പറയാത്തതെന്ന് ചോദിച്ചു. അല്ലെങ്കിൽ വൈ യു നോട്ട് ഓപ്പൺ അപ്പ് ടു എനി ഫ്രണ്ട്സ്? അത് ഓപ്പൺ അപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു കേസ് അല്ല മാഡം എന്റെ അത്രയ്ക്ക് എന്താ പറയുക, ഇറ്റ്സ് കോംപ്ലിക്കേറ്റഡ് കേസ്. ഷി വാസ് ജസ്റ്റ് സെയിങ് ജസ്റ്റ് ലൈക്ക് ദാറ്റ്. പക്ഷെ നല്ല വിവരവും നല്ല കോമൺ സെൻസും ഒക്കെ ഉള്ള ഒരു കുട്ടി. സോ ഐ ആസ്ക്ഡ്, ഞാനിങ്ങനെ ചോദിച്ചു, എന്താ നമുക്ക് പറയാൻ പറ്റുന്നെങ്കിൽ യു ജസ്റ്റ് ഓപ്പൺ അപ്പ്. So she was saying, she opened up one by one. പുള്ളിക്കാരത്തെ പറഞ്ഞെന്ന് പറഞ്ഞാൽ, ഈ പുള്ളിക്കാരത്തിന്റെ വീട്ടിലെ സിറ്റുവേഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അച്ഛൻ വലിയ എന്താണ് ഏർണിംഗ് മെമ്പർ അല്ല, അച്ഛൻ അത്ര യൂസ്ഫുൾ അല്ല. ഹി വെന്റ് ടു എ ബിസിനസ് ആൻഡ് എല്ലാം സാമ്പത്തികമായിട്ട് ഒരുപാട് ക്രൈസിസിൽ ആയിപ്പോയി. ആൻഡ് അമ്മയുടെ ഒറ്റ വരുമാനം കൊണ്ടാണ് എല്ലാ കാര്യങ്ങളും ഓടുന്നത്. അമ്മ ഭയങ്കര പാവമാണ്. അമ്മ കിടന്ന് കഷ്ടപ്പെടുവാണ്. ഞങ്ങൾ 2 മക്കളെയും കുടുംബത്തിനെയും നിലനിർത്തിക്കൊണ്ടു പോകാൻ അമ്മ ഭയങ്കരമായിട്ട് സ്ട്രഗിൾ ചെയ്യാണ്. അതാണ് മാഡം എന്റെ വീട്ടിലെ ബാക്ക്ഗ്രൗണ്ട്. അതുകൊണ്ട് എനിക്ക് അമ്മയുടെ അടുത്ത് ഒന്നും പറയാൻ പറ്റത്തില്ല. അമ്മയ്ക്ക് ഒരു ജന്മത്തിൽ കൂടുതൽ സങ്കടം അമ്മയ്ക്കുണ്ട്. സോ ഐ കാൺ ഷെയർ മൈ സാഡ്നസ്. പുള്ളിക്കാരത്ത് തകർന്നു പോകും മാഡം. അത്രയ്ക്ക് പ്രശ്നങ്ങൾ എന്റെ കുടുംബത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞു, നമ്മൾ പറയണ്ട. ഇഫ് യു ഫീൽ ഐ എം എ മെഡിക്കൽ പേഴ്സൺ, സോ ഐ നോട്ട് ഇമോഷണലി കണക്റ്റഡ് ടു യു. അപ്പൊ എന്തായാലും എന്നോട് പറയാലോ, യു ക്യാൻ ഓപ്പൺ അപ്പ്. ഇറ്റ് ബി ഐ ആം ഗിവിംഗ് യു ഡാം ഷുവർ ദാറ്റ് ഐ ഡോണ്ട് ഓപ്പൺ അപ്പ് ടു റിവീൽ ഇറ്റ് ടു എനിവൺ. ഉറപ്പായിട്ടും പറഞ്ഞോളാം പറഞ്ഞു. അപ്പൊ കുട്ടി ഇങ്ങനെ പറയുവാണ്, വീട്ടിലെ സിറ്റുവേഷൻ എന്ന് വെച്ചാൽ ഈ കൊച്ചു പഠിക്കാൻ ഭയങ്കര മിടുക്കി കൊച്ചായിരുന്നു. സ്കൂളിലൊക്കെ ഭയങ്കര ടോപ്പറായിട്ടൊക്കെ പഠിച്ചു വന്ന കുട്ടിയാണ്. എന്തുകൊണ്ട് ടോപ്പറായെന്ന് വെച്ചാൽ അവള് പറയുന്നത്, ഈ മാഡം ഞാൻ ടോപ്പർ ആയത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ എന്റെ അമ്മയ്ക്ക് പിന്നെ സങ്കടം ഇങ്ങനെ, അമ്മയ്ക്ക് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിങ്ങനെ മാർക്ക് കൊണ്ട് കൊടുക്കുമ്പോൾ അമ്മ ഭയങ്കരമായിട്ട് സന്തോഷിക്കും. എനിക്ക് അത് കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്ര കഷ്ടപ്പെട്ട് പഠിച്ചത്. എനിക്ക് ഷീസ് എൻ MBBS സ്റ്റുഡന്റ്. അപ്പൊ പുള്ളിക്കാരത്തി എന്നോട് പറഞ്ഞതെന്ന് വെച്ചാൽ, അമ്മയുടെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു. അമ്മ ഇങ്ങനെ എന്നോട് പറയും, അലോപ്പതി ഹോസ്പിറ്റലിൽ അമ്മ പോകുമ്പം ഈ മെഡിക്കൽ ഓഫീസേഴ്സ് ഒക്കെ വന്നിട്ട് ഇങ്ങനെ എപ്പോഴും അമ്മ ഇങ്ങനെ ഭയങ്കരമായിട്ട്, അമ്മ ഭയങ്കര പാവമാണ്. അപ്പൊ എല്ലാ ജോലിയും അമ്മയുടെ തലയ്ക്ക് വെച്ച് കൊടുക്കും, ഹരാസ് ചെയ്യും, അങ്ങനെ ഇങ്ങനെയൊക്കെ ചെയ്യും. അപ്പൊ അമ്മയുടെ ഏറ്റവും വലിയ സ്വപ്നമാണ് എന്നെ ഒരു MBBS ഡോക്ടർ ആക്കുക എന്നുള്ളത് അമ്മയുടെ ഏറ്റവും വലിയ സ്വപ്നം. ഈ ഒരു സ്വഭാവമുള്ള 2 പേരൻസ് ആണ്. ഏതൊക്കെയാണെന്നൊരു ഡ്രഗ്സ് ആർക്കെങ്കിലും പറയാൻ തയ്യാറുണ്ടെങ്കിൽ യു ക്യാൻ ജസ്റ്റ് കമന്റ്. നമുക്ക് ഇതിനകത്ത് ഈ ഒരു ക്യാരക്ടറുള്ള പേരൻസിന് വേണ്ടി സ്ട്രഗിൾ ചെയ്യുന്ന കുട്ടികൾ, ഇങ്ങനെ കുട്ടികളുടെ പ്ലേസ് ചെയ്യുമ്പോൾ കുട്ടിയിലുണ്ടാകുന്ന സമ്മർദ്ദം എന്ന് പറഞ്ഞാൽ ഭയങ്കര വലുതാണ്. അപ്പൊ ഇത് PCODയിലേക്ക് ലീഡ് ചെയ്യും. എപ്പോഴും ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, ഈ PCOD കേസസ് ഏറ്റവും കൂടുതൽ എനിക്ക് കിട്ടാറുള്ള നമുക്ക് കിട്ടാറുള്ളത്
എൻട്രൻസ് കോച്ചിങ്ങിന് പോകുന്ന കുട്ടികൾക്ക്. എന്തുകൊണ്ടാ? ഈ പേരന്റൽ ഇത് വിച്ച് ആർ ദ മെഡിസിൻസ് ഓറമെറ്റൻ കാർസിനോസിൻ. ഓറമെറ്റൻ കാർസിനോസിനുമാണ് ഇത്രയധികം പേരന്റൽ പ്രഷർ കുട്ടിക്ക് കൊടുക്കുമ്പോൾ കുട്ടി പോയി ചെന്ന് എത്താൻ സാധ്യതയുള്ള 2 ഡ്രഗാണ് ഓറമെറ്റൻ കാർസിനോസിൻ. നമുക്ക് അപ്പൊ തന്നെ സ്ട്രൈക്ക് ചെയ്യും. അപ്പൊ കുട്ടി പറയുന്നത് മേഡം എനിക്ക് MBBS ഇഷ്ടമല്ല, ഐ ഡോണ്ട് വോണ്ട് ടു ബിക്കം എ ഡോക്ടർ. ഐ ആസ് വാട്ട് യു വോണ്ട് ടു ബിക്കം. എനിക്ക് മേഡം എനിക്ക് സത്യം പറഞ്ഞാൽ പല ആർട്ട് സബ്ജക്റ്റ് ഒക്കെ എടുത്ത് കഥയും കവിതയൊക്കെ വായിച്ച് ഇങ്ങനെ നടക്കാനൊക്കെയാണ് എനിക്ക് ഭയങ്കര ഇഷ്ടം. മേഡം എനിക്ക് ഇങ്ങനത്തെ ഡോക്ടർ പ്രൊഫഷൻ പിന്നെ എൻ്റെ അമ്മയുടെ മുഖത്തെ സന്തോഷം കാണാൻ വേണ്ടി മാത്രമാണ് എത്ര കഷ്ടപ്പെട്ട് MBBS എൻട്രൻസിന് തന്നെ പോയി ഒക്കെ ചെയ്തു. ഓക്കെ ഫൈൻ. അപ്പൊ ഞാൻ ചോദിച്ചു അത് നല്ലതല്ലേ മോളെ, ഇനി വാട്ട് മേ ബി യു സക്സീഡഡ് ഇൻ ദാറ്റ്. നീ അത്ര ഇൻപുട്ട് കൊടുത്ത് നീ അതിൽ എൻട്രൻസിൽ കാച്ചപ്പ് ചെയ്തല്ലോ, യു ആർ ദ വിന്നർ എന്നൊക്കെ പറഞ്ഞ് പ്രൊമോട്ട് ചെയ്യും. അപ്പൊ ഈ കുട്ടി പറഞ്ഞതെന്ന് വെച്ചാൽ ഈ കുട്ടി പള്ളിയിലൊക്കെ പോകുന്ന കുട്ടിയാണ്. അപ്പൊ പള്ളിയിൽ പോയിക്കൊണ്ടിരുന്നപ്പം എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ ഈ കുട്ടി ഫസ്റ്റ് ഓഫ് ഓൾ തന്നെ ഈ കുട്ടിയുടെ ഫാമിലിയിൽ തന്നെ ആരോ ഈ കൊച്ചിന് കുഞ്ഞായിരുന്നപ്പം ഫിസിക്കൽ അബ്യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പം അത് അടുത്ത റിലേറ്റീവ് ആയതുകൊണ്ട് അമ്മയടുത്ത് പറയാൻ പേടി. അതുകൊണ്ട് അമ്മയടുത്ത് പറഞ്ഞിട്ടില്ല. അമ്മയടുത്ത് പറഞ്ഞില്ല, ആരോടും പറഞ്ഞില്ല. കുട്ടി പേടിച്ച് അത് കണ്ടപ്പോ തന്നെ കുട്ടി ഷോക്ക്ഡ് ആയിപ്പോയി. അത് കഴിഞ്ഞിട്ട് ഈ കുട്ടി ഓരോരുത്തരുടെ ജീവിതത്തിനകത്ത് വരുന്ന ഓരോരോ പ്രശ്നങ്ങളാണ്. അത് കഴിഞ്ഞിട്ട് കുട്ടി എന്ത് ഈ കൊയറിൽ പോയപ്പോഴത്തേക്കും ആ കൊയറിൽ വെച്ച് പിന്നെ ഇപ്പൊ കൂടെ ഇതിന്റെ പ്രോഗ്രാം ചെയ്യാൻ എന്തോ വന്നൊരു പയ്യൻ. അപ്പൊ ആ പയ്യനും ഈ കുട്ടിയും കൂടി ഇങ്ങനെ ഒരുമിച്ച് പ്രോഗ്രാം ഒക്കെ ചെയ്ത് ദേ വെന്റ് ഇൻടു റിലേഷൻഷിപ്പിലോട്ട് പോയിട്ട് അത് ഭയങ്കര ജെന്യുവൻ ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ആയിരുന്നു അത്. പക്ഷെ ഇവർ തമ്മിൽ ഫിസിക്കൽ റിലേഷൻഷിപ്പ് ഒന്നുമില്ല. ഈ കുട്ടി ഇതിന്റെ വീട്ടിലെ കാര്യങ്ങളും സങ്കടങ്ങളും ഒക്കെ പറയും. അപ്പൊ പുള്ളി സപ്പോർട്ട് ചെയ്യും. അങ്ങനത്തെ ഒരു ടൈപ്പ് ഓഫ് റിലേഷൻഷിപ്പ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ജെന്യുവൻ ആയിരുന്നു അത്. ആ പയ്യൻ ഭയങ്കര പക്ക ജെന്യുവൻ ആയിരുന്നു. പക്ഷേ എന്ത് സംഭവിച്ചത്, ഈ കുട്ടിക്ക് എൻട്രൻസ് കിട്ടിക്കഴിഞ്ഞ് ഇതങ്ങ് പ്രൊഫഷണൽ കോളേജിലോട്ട് പോയപ്പം പ്രൊഫഷണൽ കോളേജിൽ ലൈഫ് അറിയാമല്ലോ, പ്രത്യേകിച്ചും ബാംഗ്ലൂർ സിറ്റി ജസ്റ്റ് ലൈക്ക് ദാറ്റ്, ബാംഗ്ലൂർ അഹമ്മദാബാദ് അവിടെ ഏതൊരു ഇതാ പറഞ്ഞത്. അപ്പം അവിടെ എന്ന് പറയുമ്പോൾ പിള്ളേരെല്ലാം അത്രയ്ക്ക് ഭയങ്കര എന്താ പറയുന്നത് ടച്ചി പീപ്പിൾ ആണ്. അപ്പം എല്ലാവരും ഇവിടെ നിന്ന് കെട്ടിപ്പിടിച്ച് ഫോട്ടോ എടുക്കും, ഹഗ് ചെയ്യും, കിസ് ചെയ്യുന്നു, ഒന്നും അവിടെ ഒരു വലിയ വിഷയമല്ല. ജസ്റ്റ് പാർട്ട് ഓഫ് ദ ഗെയിം, അത്രേ ഉള്ളൂ. അപ്പൊ ഈ കുട്ടി ഇങ്ങനെ ഏതൊക്കെയോ പയ്യന്മാരുടെ കൂടെ ഗേൾസും ഉണ്ട്, ഷീ ജസ്റ്റ് ഇങ്ങനെ ഹഗ് ചെയ്തുകൊണ്ട് നിൽക്കുന്ന പോലെ ഇങ്ങനെ എല്ലാവരും കൂടെ ഒന്ന് കെട്ടിപ്പിടിച്ചുകൊണ്ട് നിൽക്കുന്നതിന്റെ ഒരു ഫോട്ടോ അങ്ങ് എടുത്തിട്ടപ്പോ ഈ പയ്യന് കൊണ്ടുള്ളത്. പയ്യൻ എന്ത് ചെയ്തിട്ട് ഈ കുട്ടി ഇങ്ങനെ ക്വസ്റ്റ്യൻ ചെയ്യാൻ തുടങ്ങി. നീ എന്തിനാണ് അവരുടെ കൂടെയൊക്കെ ഇങ്ങനെ ഇത്രയും ടച്ചി ആയിട്ട് നിന്ന് ഫോട്ടോ എടുക്കുന്നതിന് തോന്നി ചോദിച്ച് ഇവർ തമ്മിൽ പ്രശ്ന സംസാരം എന്തോ ഉടക്കായപ്പോഴത്തേക്ക് പയ്യൻ എന്ത് ചെയ്ത് ഈ പയ്യനും പെൺകുട്ടിയായിട്ട് ഭയങ്കര ഇന്റിമേറ്റ് ആയിട്ടുള്ള ഒരു ഫോട്ടോ എങ്ങോട്ട് പയ്യന്റെ കയ്യിലുണ്ടായിരുന്നു. അത് സെക്ഷൽ ഫോട്ടോസ് ഒന്നും അല്ല, ബട്ട് സം മോർ ഇന്റിമേറ്റ് ഫോട്ടോസ്. പുള്ളി എന്ത് ചെയ്തു അതെടുത്ത് സ്റ്റാറ്റസ് ഇട്ടപ്പോഴത്തേക്ക് ഇവർ പള്ളിയിലെ ഗ്രൂപ്പിലെല്ലാം എല്ലാവരും കണ്ട്. ആർക്കും അറിയത്തില്ലായിരുന്നു ഇവർ തമ്മിൽ ഇങ്ങനെ റിലേഷൻഷിപ്പ് ഉണ്ടെന്ന് ആർക്കും അറിയത്തില്ലായിരുന്നു. അങ്ങനെ ഭയങ്കരമായിട്ട് പ്രശ്നമായി, വീട്ടിൽ പ്രശ്നമായി, ആകെ പ്രശ്നമായി. ഇവരൊക്കെ പള്ളിയിലൊക്കെ ഭയങ്കര ഡിസിപ്ലിൻഡ് ആയിട്ട് ജീവിക്കുന്ന ആൾക്കാരാണ്. എന്താ പറയുന്നത്, ഭയങ്കരമായിട്ട് ഡിസിപ്ലിൻ ആയിട്ട് ജീവിക്കുന്ന അവർക്ക് അത് ടോളറേറ്റ് ചെയ്യാൻ പറ്റിയില്ല. അപ്പൊ എന്ത് സംഭവിച്ചു, ഇത് അമ്മ ഭയങ്കരമായിട്ട് സ്കോൾഡ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ എനിവേ ദ റിലേഷൻഷിപ്പ് വെന്റ് ടു ആൻ എൻഡ്. അത് നിന്നപ്പോഴത്തേക്കും അത് ബ്രേക്കപ്പ് ആയപ്പം ഈ കുട്ടിക്ക് ഭയങ്കരമായിട്ട് സങ്കടമായി. ഇങ്ങനെ പ്രത്യേകിച്ച് ആ കൊച്ചൊക്കെ തെറ്റും ചെയ്തില്ല, പക്ഷെ ഒരു റീസണും ഇല്ലാതെ പെട്ടെന്ന് അത് ബ്രേക്കപ്പ് ആയി. അപ്പം വീട്ടുകാരെല്ലാം കൂടെ എന്ത് ചെയ്തു, ആ പള്ളിയിലെ തന്നെ ഒരു അച്ഛനെടുത്ത് ഉപദേശിക്കാൻ വിട്ടുകൊടുത്തു. സോ അച്ഛനായി വില്ലൻ. അപ്പൊ അച്ഛൻ എന്ത് സംഭവിച്ചു, അച്ഛൻ ഇങ്ങനെ കൊച്ചിനെ ഉപദേശിച്ച് അവസാനം അച്ഛനൊരു ലെവലിൽ കൊച്ചു കുട്ടികളല്ലേ, മൈൻഡിനകത്ത് അവരൊരു ക്രൈസിസ് പോയിന്റ് നിൽക്കുമ്പോൾ ഇതൊക്കെ ഇങ്ങനെ നമ്മൾ ഒരു ക്രൈസിസ് പോയിന്റിൽ നിൽക്കുന്ന സമയത്ത് ട്രാപ്പ് ചെയ്ത് കുട്ടികളുടെ കാര്യം പോട്ടെ, മുതിർന്ന ആൾക്കാരെ പോലും ട്രാപ്പ് ചെയ്ത് വേറെ വഴിയിലോട്ട് കൊണ്ടുപോകാൻ പറ്റിയ വീരന്മാർ ഒരുപാട് പേര് നാട്ടിലുണ്ട്. അത് നമ്മൾ കുട്ടികളോട് പെട്ടെന്ന് ഇത് ചെന്ന് പെട്ടിട്ട് പിന്നെ ഉപദേശിച്ചിട്ട് കാര്യമില്ല. കാരണം ഇപ്പൊ ഞാൻ റിലേഷൻഷിപ്പിലോട്ട് പോയി കഴിയുമ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ, റിലേഷൻഷിപ്പിൽ പോകുന്ന ഓരോരുത്തരും വിചാരിക്കുന്നത് എന്തുവാ, ഞാൻ ചെയ്യുന്ന കറക്റ്റ് ആണ്, ഞാൻ എടുത്ത പാതയാണ് കറക്റ്റ് എന്ന് പ്രൂവ് ചെയ്യാനേ, നമ്മൾ ചെയ്ത് തെറ്റാണെന്ന് പറയാൻ ആർക്കും താല്പര്യമില്ല. അപ്പൊ അതിലോട്ട് പ്രൊസീഡ് ചെയ്യാനേ സാധ്യതയുള്ളൂ. അങ്ങനെ ഈ അച്ഛനോട് കൊണ്ട് പരിചയപ്പെടുത്തി കൊടുത്ത് അച്ഛൻ ഉപദേശിച്ച് അവസാനം അച്ഛൻ എന്ത് ചെയ്തു, ഈ കൊച്ചിന്റെ ന്യൂഡ് ഫോട്ടോസ് എല്ലാം അച്ഛൻ വാങ്ങിച്ച് അച്ഛന്റെ ന്യൂഡ് ഫോട്ടോസ് എല്ലാം ആ കൊച്ചിനും അയച്ചു കൊടുത്തു. ചുരുക്കം പറഞ്ഞാൽ അത് കംപ്ലീറ്റ് കുളമായി. അവസാനം എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ, ഈ അച്ഛൻ പിന്നെ കൂടെ ഈ കൊച്ചിന് അയാള് ചാറ്റിങ്ങിന് മൊത്തം സെക്സ് ചാറ്റ്സ് ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്.
പക്ഷേ ഈ കൊച്ചു ചെന്ന് ഊരിപ്പോകാൻ ശ്രമിക്കുമ്പം ആ ഫോട്ടോ കാണിക്കും എന്ന് പറഞ്ഞിട്ട് വീട്ടുകാരെ കാണിക്കും, അവരെ കാണിക്കും, ഇവരെ കാണിക്കും. എന്നാ കൊച്ചിനൊരു ധൈര്യം വേണ്ടേ? നീ കാണിച്ചോ, നിന്റേത് ഞാനും കാണിച്ചു കൊടുക്കുമെന്ന് അങ്ങനെ പറഞ്ഞാൽ അവനെ പൂട്ടിക്കാനും കൊച്ചിന് പറ്റിയില്ല. കൊച്ചിനെ ഭയങ്കരമായിട്ട് ഇയാൾ എന്താ പറയാ വിരട്ടി ഇമോഷണലി അങ്ങ് ലോക്ക് ചെയ്ത് വെച്ചു. സോ എന്താണ് പുള്ളിക്കാരത്തെ അങ്ങ് അടിമയെ പോലെ ആയപ്പോ ഇത് പേടിച്ചിരിക്കുക. അയ്യോ പിന്നെ അതിന് എന്ന് എന്റെ വീട്ടിൽ കാണിക്കും. വീട്ടിൽ പോകുമ്പോഴത്തേക്ക് ഈ കൊച്ചു പറഞ്ഞ മാഡം ഞാൻ വീട്ടിലോട്ട് ചെല്ലുമ്പം എന്റെ അമ്മ ചിരിക്കാതിരുന്ന എനിക്ക് പേടിയാ. അച്ഛൻ ഫോട്ടോ കാണിച്ചോ. പിന്നെ എന്റെ അനിയത്തി എന്നെ കളിയാക്കുമ്പോ എനിക്ക് പേടിയോ അച്ഛൻ അറിഞ്ഞു. പള്ളിയിൽ പോകുമ്പോ ആരെങ്കിലും എന്റെ മുഖത്തോട്ടൊന്ന് ചിരിക്കാതിരുന്ന അയ്യോ ഇല്ല അവൻ അച്ഛൻ ഇനി ആരെങ്കിലും കാണിച്ചു കാണൂ. ഇങ്ങനെ എനിക്ക് ഒരിടത്തോട്ടും പോകാൻ പറ്റുന്നില്ല മാഡം. എനിക്ക് സൂസൈഡ് ചെയ്യാനും ധൈര്യമില്ല. ഇതാണ് ആ കുട്ടി പറയുന്ന ഒരു കാര്യം. ഓക്കെ ഫൈൻ. അപ്പം ഈ ഒരു അവസ്ഥ കുറേ നാള് 2-3 വർഷം കൊച്ചിന്റെ പഠിത്തത്തിനകത്ത് ഭയങ്കര ബുദ്ധിമുട്ട് വന്നു. അതിന് പഠിക്കാൻ പറ്റുന്നില്ല. എല്ലാം കൂടെ ആകെ പ്രശ്നമായി. അങ്ങനെ കുറേ നാള് ഇറ്റ് വെന്റ് ഓഫ് ജസ്റ്റ് ലൈക്ക് ദാറ്റ്. അങ്ങനെ പോയി വല്ല വിധേന ഒരു കുറേ കഴിഞ്ഞ് കുറച്ച് നാളൊക്കെ പോയി ഈ കുട്ടി എന്ത് ചെയ്ത് ഒരു പോയിന്റിലെത്തിയപ്പോ ഷീ ത്രട്ടൺ ബാക്ക് ദ ഫാദർ. ഇയാൾ പറഞ്ഞോളൂ ഞാനൊരു കാര്യം ചെയ്യും, ഇയാൾ എന്നെ അയച്ച എല്ലാ ചാറ്റിന്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. പുള്ളിക്കാരത്തെ ഫ്രണ്ട് അഡ്വൈസ് ചെയ്ത പ്രകാരം പറഞ്ഞു നോക്കിയതാ. പക്ഷെ അത് വിജയിച്ചെന്ന് വെച്ചാൽ ഇനി മേലെ ഇയാൾ എന്നെ ഏതെങ്കിലും രീതിയിൽ ചെയ്തു കഴിഞ്ഞാൽ പോലീസിലും കംപ്ലൈന്റ് ചെയ്യും. ഇയാൾ അയച്ച മെസ്സേജിന്റെ മൊത്തം സ്ക്രീൻഷോട്ട് എന്റെ കയ്യിലുണ്ട്. ഐ വിൽ കംപ്ലൈൻ ആൻഡ് ഐ വിൽ റിവീൽ ടു മൈ പേരൻസ് ആൻഡ് ഐ വിൽ കം ടു ദ ചർച്ച് എന്ന് കൂട്ടുകാരി ധൈര്യം പറഞ്ഞു കൊടുത്തതിന്റെ ബലത്തിൽ പറഞ്ഞു. ആൻഡ് അതോടുകൂടി ആ സംഭവം അവിടെ തീർന്നു. Again she continued. പിന്നെ ആ കുട്ടി കുറച്ച് ഫ്രീ ആയി. She went for counseling and therapy and just like that she went for a lot of treatments and all that. അത് കഴിഞ്ഞിട്ട് ഈ കുട്ടി എന്ത് സംഭവിച്ചു? She came back to normal. പതുക്കെ പഠിച്ച് ഇങ്ങനെ വന്നു തുടങ്ങി. പക്ഷേ ഷീ ഈസ് എ വെരി ബ്യൂട്ടിഫുൾ ഗേൾ. കാണാൻ ഭയങ്കര ഭംഗിയുള്ള കുട്ടിയത്. എന്നെ കണ്ട ആരായാലും ഒന്ന് ജസ്റ്റ് നോക്കും, അത്ര ഭംഗിയുണ്ട് എന്നെ കാണാൻ. അപ്പോ അങ്ങനെ പഠിച്ചു പോയിക്കൊണ്ടിരുന്നപ്പം ഇവർക്ക് എന്തോ ഈ കോളേജിൽ നിന്ന് തന്നെ കുറെ കുട്ടികളെ വേറൊരു കോളേജിൽ പോയും അവിടുത്തെ കുറച്ച് കുട്ടികളെ ഇങ്ങോട്ട് കൊണ്ടുവരുന്ന എന്തോ ഒരു പരിപാടി ഉണ്ടെന്ന്. അപ്പം അങ്ങനെ എന്തോ ആയിട്ട് ഈ കുട്ടി എന്ത് ചെയ്ത് വേറൊരു കോളേജിൽ ഇവർക്ക് ഇങ്ങനെ ഷിഫ്റ്റ് ചെയ്യുന്ന പരിപാടി ഉണ്ടെന്ന്. അങ്ങനെ എന്തോ പോയപ്പോഴത്തേക്കും ആ പോയ കോളേജില് വിദേശത്തു നിന്നുള്ള കുട്ടികൾ അവിടെ ട്രെയിനിങ്ങിന് വരും, MBBS സ്റ്റുഡൻസ്. അങ്ങനെ വന്നതിനകത്ത് ഒരു പയ്യൻ ആൻഡ് ഹീസ് എ ഹാഫ് ഫോറിനർ ആണ്. അപ്പൊ അതിന്റെ അമ്മ മദാമയും അച്ഛൻ മലയാളിമോ ഇന്ത്യനോ സംതിങ് ജസ്റ്റ് ലൈക്ക് ദാറ്റ്. അപ്പോ ആ പയ്യൻ ഇങ്ങനെ ഈ കുട്ടിയുടെ പുറകിൽ കുട്ടിയെ കണ്ടിട്ട് ഭയങ്കര ഇഷ്ടപ്പെട്ട് ഇതിന്റെ പുറകെ നടന്ന് അതുപോലെ ഫ്രണ്ട്സ് എല്ലാം അഡ്വൈസ് ചെയ്ത് ഗുഡ് റിലേഷൻഷിപ്പ്, ഐ കാൻ യു കണ്ടിന്യൂ ദ റിലേഷൻഷിപ്പ്, യു ക്യാൻ ഗോ എബ്രോഡ് എന്നൊക്കെ പറഞ്ഞ് ഫ്രണ്ട്സ് എല്ലാം കൂടെ അഡ്വൈസ് ചെയ്ത് കൊടുത്തു. അപ്പൊ അഡോളസന്റ് ഏജിൽ അറിയാലോ, friends will be the big advisors and they are God and goddesses. So friends advice is a good decision. You just proceed. We all are with you. It's a good decision. He's an MD scholar. He's working abroad. You will get a lot of opportunities. പറഞ്ഞ് പിരിയേറ്റി വിട്ടു കൊടുത്തു. So what happened? വീണ്ടും അത് റിലേഷൻഷിപ്പിലായി. അപ്പൊ വീണ്ടും റിലേഷൻഷിപ്പിലായി. ഇറ്റ് വെന്റ് ഓഫ് ജസ്റ്റ് ലൈക്ക് പുള്ളിക്കാരത്തി ഈ പയ്യൻ പോയിട്ട് അവിടെ ചെന്നിട്ട് വിദേശത്ത് പോയിട്ട് പയ്യന്റെ പേരൻസിനെ കൊണ്ടൊക്കെ ഈ കുട്ടിയെ വിളിപ്പിച്ചു, സംസാരിപ്പിച്ചു. പയ്യന്റെ ഫ്രണ്ട്സിനെ കൊണ്ടൊക്കെ സംസാരിപ്പിച്ചു. ആൻഡ് ഹീസ് അപ്ഡേറ്റിംഗ് എവറിത്തിങ് ടൈം ബൈ ടൈം. ഞാനിപ്പോ ഐ എം ജസ്റ്റ് ലൈക്ക് ഐ എം ഗോയിങ് ടു ദ ഹോസ്പിറ്റൽ, ഐ എം എന്ററിംഗ് ദിസ്. അപ്പൊ കുട്ടി പേടിച്ചു നിന്ന് കുറെ നേരം. ഇത് ഇനി പറ്റിപ്പാണോ, ഇതുപോലെ അടുത്ത ചതിവി ചെന്ന് പെടുമോ എന്നൊക്കെ വിചാരിച്ചു. പക്ഷെ ഈ കൊച്ചിന്റെ ഈ വന്ന ക്രൈസിസ് എല്ലാം കൂടെ വന്നത് കൊണ്ടായിരിക്കും ഷീ നീഡ് ആൻ ഇമോഷണൽ സപ്പോർട്ട്. അപ്പം ആ ഒരു രീതിയിൽ എന്തായി ഇവര് പിന്നെ ഈ പയ്യൻ പറഞ്ഞു ഐ എം ഇൻ സീരിയസ് റിലേഷൻഷിപ്പ്. ഈ ശരിക്കും ഫ്ലോട്ടിംഗ് റിലേഷൻഷിപ്പ് ഒന്നും അല്ല. ഐ ഡോണ്ട് വോണ്ട് ടു വൈൻഡ് അപ്പ് ദ റിലേഷൻഷിപ്പ് ഓൾസോ. സോ ലെറ്റ്സ് ഗോ ഫോർ എ മാരേജ്. നമുക്ക് കല്യാണത്തിലേക്ക് തന്നെ പോകാം എന്നുള്ള മട്ടിലാണ് ഈ പയ്യൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആൻഡ് എവറിഥിങ് വെന്റ് ഓഫ് വെരി നൈസ് ആൻഡ് ഫൈൻ. അപ്പൊ അങ്ങനെ പറഞ്ഞോണ്ട് ഈ പയ്യൻ ഇടക്കിടക്ക് വരും. 3 മാസം കൂടുമ്പോഴൊക്കെ ഈ പയ്യൻ ഈ കോളേജിൽ വരുന്നു എന്നുള്ള മട്ടിൽ ഷീ വിൽ കം ആൻഡ് മീറ്റ് ദിസ് ഗേൾ. അവർ രണ്ടോടും ഒരുമിച്ച് പുറത്തു പോവുകയും ഒക്കെ ചെയ്തു. പക്ഷെ ഇവിടെ വീണ്ടും കുളമായി. ഇവിടുത്തെ പ്രശ്നം എന്തോ സംഭവിച്ചത്, വിദേശിയാണല്ലോ. എന്തായാലും അയാൾ ചുമ്മാ അവിടുന്ന് ഫ്ലൈറ്റിൽ നിന്ന് വണ്ടിക്കൂലിയും ചെലവാക്കി ഇവിടെ വന്ന് കൊച്ചിനെ കണ്ടിട്ട് ടാറ്റ എന്ന് പറഞ്ഞ് പോകുന്ന ടൈപ്പ് അല്ലല്ലോ വിദേശികൾ. സോ ദേർ വാസ് എ ഫിസിക്കൽ റിലേഷൻഷിപ്പ്. അവിടെ സ്റ്റാർട്ടഡ് ദ ഫിസിക്കൽ റിലേഷൻഷിപ്പ്. പക്ഷേ ഫിസിക്കൽ റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്തു. പക്ഷെ കൊച്ചു ഇത് എപ്പോഴും വിചാരിക്കുന്ന എന്തുവാ, അപ്പൊ അവൻ കൺവിൻസ് ചെയ്യിക്കുന്ന എന്തുവാ, എന്തായാലും വി ഡിസൈഡഡ് ടു മാരി, ദെൻ വൈ ഷുഡ് യു വറി എന്നുള്ള രീതിയിൽ ഐ എം ഇൻ സീരിയസ് റിലേഷൻഷിപ്പ്. You just guys, whenever your course ends, just inform me. I'll come and pick you to abroad. Before that, let us tie a note. അങ്ങനെയൊക്കെ പറഞ്ഞ് ഈ കുട്ടി അങ്ങ് ഭയങ്കരമായിട്ട് കൺവിൻസ് ചെയ്യിച്ചു. പക്ഷേ
ഈ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരുന്ന ആളിന്റെ വി നോ അല്ലേ, നമുക്ക് ഓപ്പോസിറ്റ് സൈഡിൽ നിൽക്കുന്ന ആളിന്റെ റിലേഷൻഷിപ്പിന്റെ വൈബിന്റെ ഫ്രീക്വൻസിയും ഒക്കെ ഇപ്പോഴത്തെ കുട്ടികൾക്ക് പെട്ടെന്ന് നമ്മുടെ പഴയ തലമുറയെക്കാട്ടി കുറച്ചും കൂടെ പെട്ടെന്ന് ക്യാച്ച് ചെയ്യണം. അവർക്ക് മനസ്സിലാവും ഊഷ്മളത എത്ര ഉണ്ട്, അതിന്റെ എന്ന് വെച്ചാൽ എന്താ, എത്ര നേരം കൊണ്ട് ടിക്ക് ബ്ലൂ ടിക്ക് 2 ആവുന്നു, ബ്ലൂ ടിക്ക് 1 ആവുന്നു, ബ്ലൂ ടിക്ക് കറുപ്പിൽ തന്നെ നിൽക്കുന്നു എന്നൊക്കെ ഈ കുട്ടികളെ സെക്കൻഡ്സ് വാച്ച് ചെയ്യാണ്. നേരത്തെ എത്ര സെക്കൻഡ്സിനുള്ളിൽ ഇത് ടിക്ക് മാറി മാറി നീലയാകുന്നു, അവസാനം കുറച്ച് കഴിയുമ്പോൾ ബ്ലൂ ടിക്ക് വരുന്നതേ ഇല്ല. പിന്നെ അയക്കുന്ന മെസ്സേജുകൾ വളരെ സ്ലോലി എടുക്കുന്നു, അങ്ങനെയൊക്കെയായി. ആൻഡ് 2-3 പ്രാവശ്യം ഇയാൾ വന്നു പോയി, ഹാഡ് ദ ഫിസിക്കൽ റിലേഷൻഷിപ്പ്, പിന്നെ പോയി എല്ലാം ചെയ്തു. ഇയാൾ അവിടെ നിന്ന് വരുമ്പോൾ കുറെ വിദേശ സാധനങ്ങളൊക്കെ കൊണ്ടു കൊടുക്കും, പിന്നെ ഡോക്ടറിന് വേണ്ട എക്യുപ്മെന്റ്സ് അത് ഇതെല്ലാം കൊണ്ടു കൊടുക്കും. അങ്ങനെ ആയി പോയി അവസാനം വിളിക്കുമ്പം ഇങ്ങനെ പുള്ളി ഭയങ്കര എന്താ പറയുന്ന ഒരു കോൾഡ് ആയിട്ടുള്ള ഒരു റെസ്പോൺസ് കിട്ടി. ആൻഡ് കുട്ടി ആകെ സസ്പീഷ്യസ് ആയി. സെഡ് ടു ഹെർ ഫ്രണ്ട്സ്, ആൻഡ് അവരേതോ ഇത് മെസ്സേജ് ഒക്കെ ഇങ്ങനെ ചാറ്റ് ഇങ്ങനെ എന്താ ട്രാപ്പ് ചെയ്യുന്ന പരിപാടികളുണ്ടല്ലോ, എന്ത് പറയുന്നത് ടേം എനിക്ക് എന്തോ കറക്റ്റ് വേർഡ് ഓർമ്മ വരുന്നില്ല. സോ അത് വെച്ചിട്ട് ഒരു തപ്പി എടുത്തപ്പം ഹീസ് ഹാവിങ് 4 റിലേഷൻഷിപ്പ്, ഷീസ് വൺ അമംഗ് ദ 4. അപ്പൊ പുതിയ റിലേഷൻഷിപ്പ് ഇയാൾ ഇങ്ങനെ ഉണ്ടാക്കുക, ഇതുപോലുള്ള അതും ഹീസ് ട്രാപ്പിംഗ് ദോസ് ഇന്ത്യൻസിനാണ് പുള്ളി ട്രാപ്പ് ചെയ്യുന്ന മൊത്തം. ഇപ്പം ഓൺ സ്റ്റാൻഡിങ് 4 ഉണ്ട്, അല്ലാതെ ഇയാൾ ബാക്കിലോട്ട് ഒരുപാട് പെൺകുട്ടികളെ ഇതുപോലെ ട്രാപ്പ് ചെയ്തിട്ടുണ്ട്. ബ്യൂട്ടിഫുൾ ഗേൾസ് ആണ് ഇയാളുടെ ടാർഗറ്റ്. പക്ഷെ ട്രാപ്പ് ചെയ്ത് കയ്യിലായി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അയാൾക്ക് വേണ്ട, ഹി വിൽ ലൂസ് റിലേഷൻഷിപ്പ്, ജസ്റ്റ് ഫ്ലൈ ആൻഡ് സ്കൂട്ട് ഓഫ്. അതാണ് ഞാൻ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം അങ്ങനത്തെ ഒരു കേസായിരുന്നു വന്നത്. അപ്പം ഷീ അണ്ടർസ്റ്റുഡ് വൺസ് അഗൈൻ ഐ ആം ചീറ്റഡ്. പക്ഷെ ഒരു പ്രോബ്ലം എന്ന് വെച്ചാൽ രക്ഷപ്പെടാൻ പറ്റാത്ത വിധത്തിൽ പെട്ടുപോയി. കാരണം എന്ന് വെച്ചാൽ മെസ്സേജ് അയാൾക്ക് ആവശ്യമുള്ളപ്പം വരുമ്പം റെസ്പോണ്ട് ചെയ്തേ പറ്റൂ, അതും ഫുൾ സെക്സ് ഹെൽത്ത്. ആൻഡ് പിന്നെ പുള്ളി എപ്പോ വരുന്നുണ്ടോ, നാട്ടിൽ വരുന്നെന്ന് പറയുമ്പോൾ ഷീ മസ്റ്റ് ഗോ ആൻഡ് ലൈ ഓൺ ഹിസ് ബെഡ്, അതർവൈസ് ഹി വിൽ ബിക്കം വയലന്റ്. പുള്ളി എന്തോ ഡ്രഗോ ആൽക്കഹോളൊക്കെ യൂസ് ചെയ്യുന്ന മനുഷ്യനാണ്. എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞൂടാ, പെട്ടുപോയി. അടുത്തത് ഇത്രയും 2-3 എണ്ണത്തിൽ പെട്ടിട്ട് വീണ്ടും ചെന്ന് പെട്ടുകൊടുക്കുക എന്ന് പറയുന്നത് അതെന്ത് ഫൂളിഷ്നെസ് എന്നല്ല, അത് മൈൻഡിന്റെ ഒരു പ്രത്യേക അവസ്ഥ. ഡിപ്രഷന്റെ എക്സ്ട്രീമിലൊക്കെ എത്തിക്കഴിഞ്ഞാൽ ചിലപ്പോൾ അങ്ങനെ ചെയ്യുമായിരിക്കും. എനിവേ ദാറ്റ് വാസ് ദ കേസ്. ഇപ്പോഴത്തെ പ്രസന്റ് കണ്ടീഷൻ എന്ന് വെച്ചാൽ ഞാൻ ചോദിച്ചു, മോളെ വൈ കാണ്ട് യു കം ഔട്ട് ഫ്രം ദിസ് റിലേഷൻഷിപ്പ്, ഇത്രയും ടോക്സിക് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ആണെങ്കിൽ, ആൻഡ് ഹി വിൽ യൂസ് വെരി ഫിൽത്തി ബാഡ് വേർഡ്സ് ഇൻ ഇംഗ്ലീഷ്, ഭയങ്കര മോശപ്പെട്ട ഇംഗ്ലീഷ് വേർഡ്സ്. ഷോഡ് മീ ദ ചാറ്റ്. പച്ചത്തെറിയാണ് ഇവ ഇംഗ്ലീഷിൽ യൂസ് ചെയ്യുന്ന മൊത്തം. ഈ കുട്ടി ചെന്ന് കഴിഞ്ഞാൽ തന്നെ ഹി വിൽ ജസ്റ്റ് യൂസ് ഹർ. ഇപ്പോഴത്തെ അവന്റെ പരിപാടി വെച്ചാൽ അവൻ വരും, ഒരു ഹോട്ടൽ ബുക്ക് ചെയ്യും, കൊച്ചിനടുത്ത് അവിടെ ചെല്ലാൻ പറയും, ഹി വിൽ ജസ്റ്റ് യൂസ് ഹർ ജസ്റ്റ് ലൈക്ക് എ പ്രോസ്റ്റിറ്റ്യൂട്ട്. ഹി വിൽ യൂസ് ഹർ, നോ ഇന്റിമസി, നോ സെന്റിമെന്റ്സ്, നത്തിങ്, ഹി വിൽ ഗോ. അതിനായിട്ട് ഈ കൊച്ചിനെ ഇങ്ങനെ വെച്ചിരിക്കുക. ഐ ആസ്ക്ഡ് മോളെ വൈ കാണ്ട് യു കം ഔട്ട് ഫ്രം ദിസ് ടോക്സിക് റിലേഷൻഷിപ്പ്. കൊച്ചു കണ്ട് ചോദിക്കും, ഫോർ വാട്ട് മാഡം എന്ന്. എന്തിനാണ് ഞാൻ ഇനി ഇതിൽ നിന്ന് പുറത്ത് വരുന്നത്? എന്റെ എല്ലാ ഇതും അയാളുടെ കയ്യിലുണ്ട്. ഇനി എനിക്കൊരു മാരേജ് പോസിബിലിറ്റി ഉണ്ടോ? ഇനി എനിക്കൊരു ജീവിതം ഉണ്ടോ? വീട്ടുകാരോട് ഞാൻ ഇത് എങ്ങനെ പറയും? വീട്ടുകാർ ഇപ്പൊ കല്യാണം ആലോചിക്കുന്നുണ്ട്. അപ്പം വീട്ടുകാർ കല്യാണം ആലോചിക്കുമ്പോൾ ആലോചിക്കേണ്ടെന്ന് പറയാൻ പോലും എനിക്ക് തോന്നുന്നില്ല മാഡം, എന്നാ കെട്ടാനും തോന്നുന്നില്ല. ഇയാൾ വരും. പണ്ട് ഞാൻ ഇയാളുടെ ഇത് നമ്പറൊക്കെ ബ്ലോക്ക് ചെയ്ത് വെക്കുമായിരുന്നു. ഇപ്പൊ ഞാൻ ബ്ലോക്ക് ചെയ്യാറില്ല. ഐ മീൻ ജസ്റ്റ് ഇൻ ദ വേ ഐ എം ജസ്റ്റ് റെസ്പോണ്ടിങ് ആൻഡ് ജസ്റ്റ് ആക്ടിങ് ലൈക്ക് എ ഡോൾ ടു വാട്ട് എവർ ഹി ഡിമാൻഡ് എന്ന് പറഞ്ഞു. He will switch on the light and I will gloom up. That's what is happening. I can't get off from this. I'm just trapped in this. I guess why you're doing just like that? പക്ഷേ see that ഈ പറഞ്ഞ കേസസിനകത്തൊക്കെയാണ് നമ്മുടെ ഹോമിയോപ്പതിയുടെ സക്സസ്. അപ്പൊ ഇവിടെ ഏതൊക്കെ ഡ്രഗ്സ് വരും? അതാണ് അടുത്ത ക്വസ്റ്റ്യൻ. വിച്ച് ഓൾ ഡ്രഗ്സ് കം ടു ദിസ് ഫീൽഡ്? ഞാൻ പെട്ടെന്ന് ഇങ്ങനെ ചിന്തിച്ച് നോക്കി എന്തൊക്കെ മെഡിസിൻസ് വരും. അപ്പൊ ഇതിനകത്ത് നാട്രമോർ വരുമോ? അപ്പൊ ഞാൻ ഫസ്റ്റ് ചോദിച്ച ക്വസ്റ്റ്യൻ, ഹൗ ഡു യു ഫീൽ ടു ദാറ്റ് പേഴ്സൺ? ആ പേഴ്സണെ എന്ത് ചെയ്യണമെന്നാണ് എനിക്ക് തോന്നുന്നത് എന്ന് ഞാൻ ചോദിച്ചു. ഈ പറഞ്ഞ എല്ലാവരെയും, പള്ളിയിലച്ഛനെയും ഫസ്റ്റ് ചെയ്ത ആളിനോട് പുള്ളിക്കാരത്തേക്ക് ഫസ്റ്റത്തെ റിലേഷൻഷിപ്പോട് പുള്ളിക്കാരത്തേക്ക് ഭയങ്കര സ്നേഹമുണ്ട്. കാരണം അത് പുള്ളിക്കാരത്തിയുടെ എടുത്തിയാട്ടം കൊണ്ട് പോയതാണെന്നാണ് പുള്ളിക്കാരത്തി വിശ്വസിക്കുന്നത്. അയാൾ ആ ഇന്റിമേറ്റ് ഫോട്ടോ ഇട്ടപ്പോഴത്തേക്കും ഞാനായിട്ട് അത് ബ്രേക്കപ്പ് ആക്കി, അതായിരുന്നു അത് ജെന്യുവൻ റിലേഷൻ ആയിരുന്നു എന്ന കുറ്റബോധമൊക്കെ ഉണ്ട്. അപ്പോ ഞാനിങ്ങനെ ചോദിച്ചു, ഈ പള്ളിയിലെ അച്ഛനോടും ഇപ്പൊ ഈ നിൽക്കുന്ന മനുഷ്യനോടും എന്ത് ഫീലിംഗ് മൂക്ക് തോന്നി? എനിക്കൊന്നും തോന്നുന്നില്ല മാഡം. ഷീ സെഡ് ജസ്റ്റ് ലൈക്ക് ദാറ്റ്. I don't have, you want to do for, you want to get revenge, something, you want to do something, have that revenge feeling.
She said, no, ma'am. I don't know. I'm just cold. I don't want to do anything. I'm just sitting just like this. So this was the case. അപ്പൊ ഞാൻ ആലോചിച്ച് നോക്കി, എക്സ്ട്രീം ഡിപ്രഷൻ ഉണ്ട്. അപ്പോ പിന്നെ നാട്രമൂർ ആണെങ്കിൽ ഫസ്റ്റ് എന്റെ മൈൻഡിലോട്ട് വന്ന നാട്രമൂർ ആണെങ്കിൽ എങ്ങനെയായിരിക്കും? അയ്യോ മാഡം, എനിക്ക് പണ്ട് ഇങ്ങനെ പറ്റി, അങ്ങനെ പറ്റി, ഇങ്ങനെ പറ്റി, അവ എന്നോട് ഇങ്ങനെ ചെയ്തു, ഇങ്ങനെ ചെയ്തു പറഞ്ഞുകൊണ്ടിരിക്കും. എന്താണ്? ബ്രൂഡിങ് ആയിരിക്കും. ബ്രൂഡിങ് ഉണ്ട് അവിടെ? ഇല്ല, ബ്രൂഡിങ് പറയുന്നില്ല. പിന്നെ നെക്സ്റ്റ് ഞാൻ ചിന്തിച്ചു നോക്കി, ഓറമെറ്റ് ആണെങ്കിൽ എങ്ങനെയായിരിക്കും? ഓറമെറ്റ് ആണെങ്കിൽ എപ്പോഴും സൂയിസൈഡ് ചെയ്തിട്ടില്ല. ഇനി നെക്സ്റ്റ് ഓരോരോ ഇങ്ങനത്തെ നമ്മുടെ ഡിപ്രഷൻ മെഡിസിൻസ് എല്ലാം ഒന്ന് കമ്പയർ അടിച്ചു നോക്കി. പിന്നെ ഏതൊക്കെ വരാം? പൾസാരിലെ ആണെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? പൾസാരിലെ ആണെങ്കിൽ കരയുന്നത് മാത്രമല്ല, പൾസാരില കരയാതിരിക്കുന്നത് പൾസാരില തന്നെയാണ്. പക്ഷെ പൾസാരിലെ അല്ല. കാരണം പൾസാരിലെ ആണെങ്കിൽ മൂഡ് കുറെ കൂടെ ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറാൻ സാധ്യതയുണ്ട്. ഇത് മൂഡൊന്നും മാറുന്നില്ല, സ്റ്റേബിൾ ആയിട്ട് ഈ അവസ്ഥയിൽ തന്നെ നിൽക്കുകയാണ്. പിന്നെ അടുത്തത് പിന്നെ നെക്സ്റ്റ് ഞാൻ ചോദിച്ചു, ഹൗ യു ഫീൽ ടു യുവർ ഫാമിലിയോട് എങ്ങനെയാണ്? ഐ യു കണക്റ്റഡ് ടു ദ ഫാമിലി? അപ്പൊ ഈ കണക്റ്റഡ് ടു ദ ഫാമിലി എന്ന് പറയുമ്പോൾ വി ഹാവ് ടു ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ 2 ഡിഫറെന്റ് റൂബ്രിക്സ്. ദറ്റ് ഈസ് വെദർ ഇറ്റ്സ് ഇൻട്രോവേർട്ട് ഓർ ഇൻഡിഫറൻറ്റ്. ഇതാണ് ഇവിടെ നമ്മൾ നെക്സ്റ്റ് പോയിന്റ് ഔട്ട് ചെയ്യേണ്ട പോയിന്റ്. അത് ഇൻട്രോവേർട്ട് ആണെങ്കിൽ എന്ത് ചെയ്യും? ഇഫ് ഇറ്റ് ഇസ് ഇൻഡിഫറൻറ്റ് ആണെങ്കിൽ എന്തോ ചെയ്യും? അപ്പൊ ഞാൻ ചോദിച്ചു, മോളെ ഹൗ ഡു യു ഫീൽ വിത്ത് ദ ഫാമിലി? ഇപ്പൊ അനിയത്തിയോടാണെങ്കിലും അമ്മോടാണെങ്കിലും അച്ഛനോടാണെങ്കിലും ഹൗ ഡു യു ഫീൽ? അപ്പൊ കൊച്ചു പറഞ്ഞു, എനിക്ക് ഒന്നും അറിഞ്ഞൂടാ മാഡം, എനിക്ക് അവരുടെ അടുത്തൊന്നും, അവർക്ക് അവരുടെ ഒറ്റ സങ്കടമേ ഉള്ളൂ, അമ്മയെ ചതിച്ചു എന്നുള്ള സങ്കടം എനിക്കുണ്ട്. അമ്മയുടെ അടുത്ത് ഒന്നും എനിക്ക് പറയാൻ പറ്റത്തില്ല മാഡം, അവരത്രയും പാവസ്ത്രീ, എന്നെ എത്ര കഷ്ടപ്പെട്ടിട്ട് അവർ പഠിപ്പിച്ചത്, ഞാൻ എന്നിട്ട് അവരോട് ഇങ്ങനെ ചെയ്തല്ലോ മാഡം. സോ ഐ ഫീൽ ജസ്റ്റ് ലൈക്ക് അതിൽ മാത്രമേ എനിക്ക് സങ്കടമുള്ളൂ മാഡം എന്ന് പറഞ്ഞു. അപ്പം ഞാനിങ്ങനെ ആലോചിച്ച് നോക്കി. അപ്പം ഈ ഡിസ്കണക്റ്റഡ് എന്ന് പറയുമ്പോൾ വാട്ട് ഇസ് റൂബ്രിക്? ഇറ്റ് ഇസ് ഇൻഡിഫറൻസ് ആണ്. അപ്പൊ ഇൻഡിഫറൻസ് എന്ന് പറയുന്നതിനകത്ത് നിന്ന് വരുന്ന ഡ്രഗ്സ് ഏതൊക്കെയാണ്? അപ്പൊ നമുക്ക് വീണ്ടും സ്പോട്ട് ഔട്ട് ചെയ്യാൻ പറ്റും, വീണ്ടും നമുക്ക് ആ ചാർട്ടിനെ ഒന്നും കൂടെ നാരോ ചെയ്യാൻ പറ്റും. അപ്പൊ ഇൻഡിഫറൻസ് വരുന്ന ഡ്രഗ് ഏതൊക്കെയാണ്? സെപ്പിയാണോ നോക്കണം. അപ്പൊ സെപ്പി അല്ല ഇത്. ഇറിറ്റബിലിറ്റി ഇല്ല. ഇറിറ്റബിലിറ്റി ഇപ്പൊ ഇൻഡിഫറൻസ് വേറെ. ഇപ്പൊ നാട്രമൂർ ആണെങ്കിൽ എങ്ങനെയായിരിക്കും? നാട്രമൂർ ആണെങ്കിൽ ഇനി എന്തൊക്കെ പ്രശ്നം ഉണ്ടായാലും എന്ത് ചെയ്യും? കുടുംബത്തിന് ഹോൾഡപ്പ് ചെയ്യും. ദേ വിൽ മേക്ക് എ വാൾ, ഒരു കുഞ്ഞു സർക്കിൾ ഉണ്ടാക്കിയിട്ട് ആ സർക്കിളിനകത്തുള്ള ആൾക്കാരെ ഭയങ്കരമായിട്ട് ഹോൾഡപ്പ് ചെയ്യും. ഇത് അങ്ങനെ ഹോൾഡപ്പ് ചെയ്യുന്നില്ല. ദാറ്റ് മേക്ക് മി റൂൾ ഔട്ട് ദിസ് നാട്രമൂർ അല്ല അത്. അപ്പൊ പിന്നെ എന്തൊക്കെ വരാം? പിന്നെ വരാൻ പറ്റുന്ന ഡ്രഗ് ഐ തോട്ട് ഓഫ് ഇത് സ്റ്റാഫിസഗ്രിയ. ബിക്കോസ് സ്റ്റാഫിസഗ്രിയ ഇതുപോലെ തന്നെയാണ്. എത്രമാത്രം നമുക്ക് ഷോക്കിംഗ് സങ്കടങ്ങൾ ഉണ്ടായാലും നമ്മളിപ്പോ ഒരു ഷോക്ക് എന്ന് കേൾക്കുമ്പോൾ ഡോണ്ട് ഗിവ് ദിസ് ഇഗ്നീഷ്യ. ചില ആൾക്കാർ പറയാറുണ്ട് മെന്റൽ ഷോക്ക്, ഗിവ് ദിസ് ഇഗ്നീഷ്യ. ഇപ്പൊ സംബഡി ഡയഡ്, നോ അങ്ങനല്ല. പക്ഷേ നമ്മളെ ഷോക്ക് എങ്ങനത്തെ ഷോക്കാണ്, ടു ദ ഷോക്ക് ഹൗ ദ പേഴ്സൺ ഈസ് റെസ്പോണ്ടിങ്, അതനുസരിച്ച് നമ്മുടെ ഡ്രഗ് മാറും. അപ്പോ അപ്പൊ ഞാനിങ്ങനെ ആലോചിച്ച് നോക്കി, സ്റ്റാഫിസഗ്രിയ എങ്ങനെയാണെങ്കിൽ എങ്ങനെയായിരിക്കും? സ്റ്റാഫിസഗ്രിയ ആണെങ്കിൽ ഇങ്ങനെ തന്നെ ആയിരിക്കും. അത് എത്ര ക്രൈസിസ്, എത്ര ഷോക്ക് നമ്മൾ കൊടുത്താലും അവർ സ്വീറ്റ് ആയിട്ട് തന്നെ നമ്മളോട് പെരുമാറും. ഷീസ് എ വെരി സ്വീറ്റ് ഗേൾ. എനിക്ക് അതാ ഫസ്റ്റ് തോന്നിയത്. ഫസ്റ്റ് സ്റ്റാഫിസഗ്രിയ ഭയങ്കര സ്വീറ്റ് ആയിട്ടുള്ള ഒരു ഗേൾ ആയിരിക്കും എന്നുള്ളതാണ് സ്റ്റാഫിസഗ്രിയുടെ ഒരു പ്രത്യേകത. അപ്പോ പിന്നെ എന്റെ മൈൻഡിലേക്ക് വന്ന ഫൈനൽ ആൻഡ് വൺ ഡ്രഗ് ഈസ് കാസിനോസിൻ എന്റെ മൈൻഡിലേക്ക് വന്നു. വൈ? എന്തുകൊണ്ട് കാസിനോസിൻ? ദാറ്റ്സ് എ പോയിന്റ് ദാറ്റ് വി ഹാവ് ടു ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ സ്റ്റാഫിസഗ്രിയ ആൻഡ് കാസിനോസിൻ. അതായത് പക്ഷെ ഇതിനകത്ത് വേറൊരു പ്രത്യേകത കണ്ടതെന്താണെന്നറിയോ? ഈ കുട്ടിയുടെ എല്ലാ ഓർഗനും അടിച്ചുപോയി. എല്ലാ ഓർഗനും പോയിരിക്കുക. കാരണം ബ്രസ്റ്റിനകത്ത് മൂന്ന് ഗ്രോത്ത്, അതിൽ ഒന്ന് കുഴപ്പമാണ്, ഉടനെ റിമൂവ് ചെയ്യണമെന്ന് ഡോക്ടർ പറഞ്ഞു. പിന്നെ ഓവറിക്കകത്ത് മൊത്തം പോളിസിസ്റ്റിക് ഓവറി, കൊളസ്ട്രോൾ 285, പിന്നെ BP 100 സംതിങ്, 160 110 അങ്ങോട്ടാണ് BP. നോക്കിക്കേ, ഒരു സിസ്റ്റത്തിനെ മൊത്തം കില്ല് ചെയ്ത് ഒരു ഇതാണ് വന്നിരിക്കുന്നത്. അപ്പൊ ആ കുട്ടിയുടെ അമ്മ ഇങ്ങനെ എടുത്ത് പറയുക, ഇവര് അലോപ്പതിക്കാർക്ക് ഒരു പ്രത്യേകതയുണ്ട്, അവർ വലിയ ഡയലോഗ് ഒക്കെ അടിക്കും കേട്ടോ, ഭയങ്കര സംഭവമൊക്കെ അടിക്കും. പക്ഷേ മൊത്തത്തിൽ അടിച്ചു പോകുമ്പോൾ പിന്നെ എന്ത് ചെയ്യും? ലാസ്റ്റ് ആകുമ്പം ആ പേഷ്യന്റ് എന്തോ സംഭവിക്കുന്നത്? അപ്പൊ ഈ കുട്ടിക്കകത്ത് ഈ ബ്രസ്റ്റിന്റെ RCC വിടാൻ പറഞ്ഞു. ഒവറിയൻ സിസ്റ്റ് വാസ് CA പോസിറ്റീവ്. അതായിരുന്നു, അതുകൊണ്ടാണ് ഓവറി റിമൂവ് ചെയ്തത്. അതൊന്നും അമ്മ പറഞ്ഞില്ല എൻ്റെ അടുത്ത്. ഓവറി CA പോസിറ്റീവ് ആയതുകൊണ്ടാണ് റിമൂവ് ചെയ്തത്. ഇവിടെ എന്തോ സംഭവിക്കുന്നത്? ക്യാൻസർ എന്ന് പറയുന്ന സാധനത്തിനകത്ത് എന്തോ സംഭവിക്കുന്നത്? നമ്മുടെ കോശങ്ങൾക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്ന സ്ട്രെസ്സിനേക്കാളും അമിതമായ സ്ട്രെസ് സംഭവിക്കുമ്പോൾ എന്താ സംഭവിക്കുക? ആദ്യം അത് ഹോൾഡപ്പ് ചെയ്യാൻ മാക്സിമം ശ്രമിക്കും. അത് കഴിയുമ്പോൾ എന്താ സംഭവിക്കും? മെറ്റാസ്റ്റാസിസ്, സ്പ്രെഡ് ടു അതർ ഓർഗൻസിലോട്ട് ബാക്കി എല്ലാം സ്പ്രെഡ് ചെയ്യാണ്. ആൻഡ് ദാറ്റ് വാസ് ദ കേസ്. അപ്പം അങ്ങനത്തെ ഒരു കേസ് വന്നപ്പം ഞാൻ ഇങ്ങനെ ആലോചിച്ചിരുന്നു, ഇത് എനിക്ക് തന്നെ ഞാൻ വിചാരിച്ചത് ഇത്രയും പ്രശ്നമുള്ള ഒരു കേസ് നമ്മുടെ ഹോമിയോപ്പതിക്കകത്ത് എവിടുന്ന് തുടങ്ങും? വാലും തുമ്പും ഇല്ലാത്തൊരു കേസ്, മൊത്തത്തിൽ കുളം.
കംപ്ലീറ്റ് കുളം. അപ്പം ഈ സോ ആ കേസ് ഞാൻ എന്ത് ചെയ്തു, ഐ ഗേവ് ദ ഗേൾ കാസിനോസിൻ 200 ഓൺലി, ഒരു 200 പൊട്ടൻസി കാസിനോസിൻ കൊടുത്തു. അപ്പൊ ഞാനിങ്ങനെ പതുക്കെ ചോദിച്ചിരുന്നു, നിങ്ങളുടെ വീട്ടിൽ ആർക്കെങ്കിലും പിന്നെ ഫാമിലി ഹിസ്റ്ററി ഓഫ് ക്യാൻസർ ഉണ്ടോ? ഉണ്ട്. ആർക്കാ ഉള്ളത്? അമ്മയുടെ അച്ഛന് ക്യാൻസർ ഉണ്ടായിരുന്നു. സോ അതും ഒരു ബാക്ക്ഗ്രൗണ്ട് ആണ്. അതുകൊണ്ട് നമുക്ക് കാസിനോസിൻ കൊടുക്കാന്നല്ല, കാസിനോസിന് എക്സാക്ട്ലി ഫിറ്റ് ദിസ് മൈൻഡ് സെറ്റപ്പ്. കാരണം എന്തോ, കാസിനോസിൻ എന്ന് പറയുമ്പോൾ ഒരു ഡ്രഗ് എടുത്തു കഴിഞ്ഞാൽ, ഇപ്പൊ നമ്മൾ പൾസാറ്റിൽ എന്ന് പറയുന്നത് ഓരോ ഡ്രഗിനും കുറേ ഫേസസ് ഉണ്ട്. അതായത് ഇപ്പം ആദ്യം ഒരു ഡ്രഗ് ഒരു കുഞ്ഞു ഫേസിൽ ഒരു ഷോക്ക് കിട്ടുമ്പം അത് നമ്മൾ നോക്കുമ്പോൾ ഒരു മെഡിസിനിലോട്ട് ചെന്നെത്തും. അത് കഴിഞ്ഞ് ഇപ്പം പിന്നെ ഫോർ എക്സാമ്പിൾ ഐ സേ നമ്മൾ സ്റ്റാഫിസാഗ്രിയ തന്നെ എടുക്കാന്നിരിക്കട്ടെ. സ്റ്റാഫിസാഗ്രിയ എന്ന് പറയുന്നതോ അല്ലെങ്കിൽ നാട്രമൂർ തന്നെ ഇരിക്കട്ടെ. നാട്രമൂർ എന്ന് പറയുന്ന ഡ്രഗ് എടുക്കുമ്പോൾ ആദ്യമൊക്കെ എന്താ പറയുക, ഭയങ്കര നല്ല സ്വീറ്റ് ആയിട്ട് നിൽക്കുന്ന ആൾക്കാരായിരിക്കും. പക്ഷെ അത് ആ മെഡിസിന്റെ രണ്ടാമത്തെ ഫേസിലോട്ട് ചെല്ലുമ്പോൾ എന്തോ സംഭവിക്കും, അവർ ക്ലോസ്ഡ് ഇൻട്രോവേർട്ടഡ് പേഴ്സൺ ആണ്, ബട്ട് ദേ ഹാവ് ഇറിറ്റബിലിറ്റി ഇൻസൈഡ്. അകത്ത് ഇറിറ്റബിലിറ്റി ഉണ്ട്, മനസ്സിലായി? അതേപോലെയാണ് സെപ്പിയും. സെപ്പിയ എന്ന് പറഞ്ഞാൽ നമ്മൾ ചിന്തിക്കുന്നതോ സെപ്പിയോ ബാഡ് വിമൻ, അങ്ങനെ ഇങ്ങനെയുള്ള, അങ്ങനല്ല. സെപ്പിയയ്ക്ക് ആദ്യത്തെ ഒരു ഘട്ടമുണ്ട്. സെപ്പിയ ഇസ് വെരി എന്താ പറയുന്നത്, ഭയങ്കര ആർട്ടിസ്റ്റിക്കും ടാലന്റഡും ആയിട്ടുള്ള ഒരു ഡ്രഗാണ് സെപ്പിയ. അത് 1ാം ഫേസിലാണ്. പക്ഷെ എന്ത് സംഭവിക്കും, ഈ ആർട്ടിസ്റ്റും ടാലന്റും ഒന്നും പുറത്തു കൊണ്ടുവരാൻ മാർഗമില്ലാതാകുമ്പം സെപ്പിയയ്ക്ക് എന്ത് സംഭവിക്കും, എല്ലാം കൂടെ കെട്ടി 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 എന്താ സംഭവിക്കും, സ്റ്റാസിസ് ആണ്. അപ്പൊ എല്ലാം കെട്ടി 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 കിടന്നിട്ട് അവരെന്ത് അവസാനം റീച്ച് വയലന്റ് ഫേസിലോട്ട് പോകും. അതേപോലെ തന്നെ ഇപ്പൊ ഈ കാസിനോസിന്റെ അവസാനത്തെ ഫേസ് എന്തായിരിക്കും എന്ന് പറയുന്നത്, സോ ഐ ആസ് ദ ഗേൾ, മോളെ മോക്ക് മുമ്പത്തെ സമയത്ത് എങ്ങനെയായിരുന്നു? ഞാൻ ചോദിച്ചു, മോക്ക് ദേഷ്യം വരാറുണ്ടോ? മാഡം ദേഷ്യം വരും. ദേഷ്യം വന്നാൽ ഞാൻ എത്ര വയലന്റ് ആവും എന്ന് എനിക്ക് പറയാൻ പറ്റില്ല, എല്ലാം എറിഞ്ഞ് ഞാൻ പൊട്ടിക്കും. അത്രയ്ക്ക് ഞാൻ വയലന്റ് ആവും. എനിക്ക് തന്നെ പിടിച്ചു നിൽക്കാൻ പറ്റാത്ത രീതിയിൽ ഞാൻ പക്ഷെ ആ വയലൻസ് എന്നെ ഭയങ്കര ആശ്വാസം എനിക്ക് നൽകുന്നുണ്ട്. അതും സ്ട്രൈക്കിംഗ് പോയിന്റ് ആണ് കാസിനോസിന്റെ. ഓക്കെ, അപ്പോൾ സി എന്താണ് ഈ കാസിനോസിനകത്ത് അതേപോലെ വേറൊരു പ്രത്യേകത, അത് എനിക്ക് തോന്നുന്നു, ഐ തിങ്ക് ഇറ്റ്സ് ഓൺ കെൻസ് ലെക്ചേഴ്സിലാണോ എന്ന് അറിയത്തില്ല, അത് നാഷണൽ ആണോ എന്ന് അറിയത്തില്ല, ഏതോ ഒന്നിനകത്ത് പറഞ്ഞിട്ടുണ്ട്. അതായത് ഏതോ ഇതിനകത്ത് ഞാൻ വായിച്ചിട്ടുണ്ട്, അതായത് ഈ സൈക്കോസൊമാറ്റിക്കിലോട്ട് പോകുന്നത്. നമ്മളിപ്പോ ഇങ്ങനെ വയലൻസ് പറയുമ്പോൾ നമ്മൾ വി ക്യാൻ തിങ്ക് ഓഫ് ദ ഇഗ്നേഷ്യ. ഇഗ്നേഷ്യ ചിന്തിച്ച് നോക്കാം, ഇതുപോലൊക്കെ തന്നെ ഇടയ്ക്ക് വയലന്റ് ആകുന്നു എന്ന് പറയും. പക്ഷെ ഇഗ്നേഷ്യക്കകത്തുള്ള ഒരു പ്രത്യേകത എന്താണ്? ഇഗ്നേഷ്യ വയലന്റ് ആകുന്നുണ്ട്, പക്ഷേ ഇഗ്നേഷ്യയുടെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നെർവസ് ലെവലിലേ നിൽക്കുകയുള്ളൂ. അതിനപ്പുറത്തോട്ട് പോകാനുള്ള സാധ്യത ഇഗ്നേഷ്യക്ക് കുറവ്, വയലന്റ് ആകുന്നുണ്ട്. അതേപോലെ ഈ നമ്മുടെ ഈ മെന്റൽ ഇമോഷൻസ് വന്ന് 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 സൈക്കോസൊമാറ്റിക്കിലോട്ട് അത്രയ്ക്ക് പോയാൽ ആക്ട് ചെയ്യുന്ന 2 സൂപ്പർ ഡ്രഗ്സ് കാസിനോസിനും നാട്രമൂറുമാണ്. കൊടുത്തു നോക്കുമ്പോഴേ നമുക്ക് അതിന്റെ ഫലം അറിയത്തുള്ളൂ. നമ്മൾ ഇതൊക്കെ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറേ പുസ്തകങ്ങൾ നമ്മുടെ ഈ പറഞ്ഞ കണക്ക് കെൻസ് ലെക്ചേഴ്സ്, നാഷ്, കീനോട്ട്, പിന്നെ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇതിനകത്തൊക്കെ ഒരുപാട് എന്താ ജെംസ് ഇരിപ്പുണ്ട്. നമ്മളത് പതുക്കെ പതുക്കെ തപ്പി തപ്പി എടുക്കണം. വരികളുടെ ഇടയ്ക്കൂടെ ജെംസ് ഇരിപ്പുണ്ട്. അത്രയും നമ്മൾ എഫേർട്ട് കൊടുത്താൽ മാത്രം നമുക്ക് ഇത് പറക്കിയെടുക്കാം. അപ്പോൾ ഞാൻ ഈ പറഞ്ഞു വന്നത്, അപ്പൊ ഈ കാസിനോസിനും ഇതേപോലെ മാനസിക സമ്മർദ്ദങ്ങളും ഈ മാതിരിയുള്ള എന്താ പറയുക സെക്ഷൽ അബ്യൂസും പിന്നെ അതേപോലെ സങ്കടങ്ങളുടെ പെരുമഴ കൂടുതലായിട്ട് വരുന്ന 2 ഡ്രഗ്സ് ആണ് സ്റ്റാഫിസാഗ്രിയയും കാസിനോസിനും. പക്ഷേ ഈ സ്റ്റാഫിസാഗ്രിയം പൊട്ടിത്തെറിക്കുന്ന മെഡിസിനാണ്, പക്ഷെ വല്ലപ്പോഴും പൊട്ടിത്തെറിക്കുള്ളൂ. പക്ഷെ കാസിനോസിനും പൊട്ടിത്തെറിക്കും. പക്ഷെ സ്റ്റാഫിസാഗ്രിയ കാസിനോസിന് അത്രയും വയലന്റ് ആകത്തില്ല, കംപ്ലീറ്റ് എറിഞ്ഞു പൊട്ടിക്കും. അത്രയ്ക്ക് ദേഷ്യം വരും. വരുന്നൊരു ഫേസ് ഉണ്ട്. ആ ഫേസും കൂടെ കടന്നു കഴിഞ്ഞ് ലാസ്റ്റത്തെ ഘട്ടമാണ് ആയുധം വെച്ച് കീഴടങ്ങി. ആ ഫേസിലാണ് സൈക്കോസൊമാറ്റിക്കിലോട്ട് പോകും, ബോഡിയിലോട്ട് പോയിട്ടുണ്ട്. അപ്പോഴാണ് ആയുധം വെച്ച് കീഴടങ്ങുന്നത്. മനസ്സ് തോറ്റു, മനസ്സ് അവിടെ ആയുധം വെച്ച് കീഴടങ്ങി. എനിക്ക് ഇതിനകത്ത് ഒന്നും ചെയ്യാനില്ല എന്നൊരു തോന്നല് അതിനകത്ത് വന്നുപോയി. അപ്പൊ എന്താ സംഭവിക്കുക? മനസ്സ് കീഴടങ്ങി, മനസ്സ് തോറ്റു. അപ്പം അങ്ങനത്തെ കേസസിനകത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കാസിനോസിൻ ഇസ് വണ്ടർഫുൾ റെമഡി ആൻഡ് ഐ ഗേവ് ദിസ് കാസിനോസിൻ 200. എനിക്ക് എന്തുകൊണ്ട് ഇവിടെ ഹൈപ്പോട്ടൻസി കൊടുത്തില്ല? സിമിലിമോ ആണ് ഡ്രഗ് വിഷയം, പക്ഷെ ഹൈപ്പോട്ടൻസി കൊടുക്കാന്ന് വെച്ചാൽ സൈക്കോസൊമാറ്റിക് ഇൽനെസ് ഉള്ള കേസിനകത്ത് ഹൈപ്പോട്ടൻസി കൊടുത്താൽ കേസ് അത്ര സക്സസ് ആകത്തില്ല. എന്റെ അനുഭവത്തിൽ സക്സസ് ആയിട്ടില്ല. അപ്പൊ ഞാൻ കാസിനോസിൻ 200 കൊടുത്തതിന് ശേഷം വാട്ട് ഹാപ്പൻഡ് ഇസ് ദാറ്റ് ഷീ സ്റ്റാർട്ടഡ് ഇത് കാസിനോസിൻ കൊടുക്കുമ്പോൾ പറഞ്ഞ ഡ്രഗ് ചെന്ന് കഴിഞ്ഞ് എന്ത് വ്യത്യാസം വരും ഞാൻ വന്ന വ്യത്യാസം ഞാൻ പറയാം. ഷീ സ്റ്റാർട്ടഡ് സ്പീക്കിംഗ് ഫോർ ഹെർസെൽഫ് ഫോർ ദ ഫസ്റ്റ് ടൈം. അതെനിക്ക് ഭയങ്കര സന്തോഷം കിട്ടിയ ഒരു സംഭവമാണ്. ഷീ സ്റ്റാർട്ടഡ് കുറച്ച് ദിവസം കഴിഞ്ഞപ്പം തിരിച്ചു പോകാൻ സമയമായി. പുള്ളിക്കാരത്തി പതുക്കെ എഴുന്നേറ്റു,
ചെറുതായിട്ട് വിശപ്പ് വന്ന് തുടങ്ങി. വൈറ്റൽസ് എല്ലാം പതുക്കെ 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 തിരിച്ച് നോർമൽ അവസ്ഥയിൽ വരാൻ തുടങ്ങി. ഷീ സ്റ്റാർട്ടഡ് സ്ലീപ്പിംഗ് വിത്തൗട്ട് എനി ഡ്രഗ്സ്. ആ ലെവലിലോട്ട് വന്നു. പക്ഷേ ഇതിനകത്തുള്ളത് വെച്ചാൽ പിന്നെ വേറൊരു പ്രശ്നം വെച്ചാൽ ബ്രസ്റ്റിന് ഭയങ്കര പെയിൻ ആയിരുന്നു. 4 മുഴയെങ്ങാണ്ടുണ്ട് ബ്രസ്റ്റിനകത്ത്. അപ്പം ബ്രസ്റ്റിന് ഭയങ്കര പെയിൻ ആയിരുന്നു. പെയിൻ സ്റ്റാർട്ടഡ് റിലീവിങ്. ഇങ്ങനെ വേറെ ഒരു മരുന്നും കൊടുത്തിട്ടില്ല. കാരണം ഞാൻ സാധാരണ ശരിക്ക് മരുന്ന് കൊടുക്കുന്ന ആളാണ്. അക്യൂട്ട് കേസസിനൊക്കെ നല്ല പോലെ മരുന്ന് കൊടുക്കുന്ന ആളാണ്. പക്ഷേ ഈ മൈൻഡ് കേസസിനകത്ത് ചില കേസിൽ നമുക്ക് ഒറ്റ മരുന്ന് പിടിക്കാതെ രക്ഷയില്ല. അപ്പം ഈ കാസനോസിൻ 2 എനിക്ക് KP6F കൂടെ കൊടുത്താലോ എന്ന് തോന്നി, പക്ഷെ കൊടുത്തില്ല. കാസനോസിൻ 200 പില്ല് എല്ലാം ബ്ലാങ്ക് പില്ലും BTO കൊടുത്തത്. പക്ഷെ ഭയങ്കരമായ വ്യത്യാസം ആ കുട്ടിയിൽ വന്നു തുടങ്ങി. ആൻഡ് ഇത് ഇനി നമ്മുടെ മരുന്നിന്റെ എഫക്റ്റ് ആണോ, ഇത് ക്യാൻസറസ് ആണ്, ആ മുഴ റിമൂവ് ചെയ്യണം എന്ന് പറഞ്ഞ് വിട്ട കേസ് ഷി വെന്റ് ഓഫ് ദെയർ. അവിടെ പോയിട്ട് ഷി സ്റ്റാർട്ടഡ്. എൻ്റെ അടുത്ത് ആ കുട്ടി വിളിച്ചു പറഞ്ഞു, മാഡം ഇനി എന്റെ മരിച്ചു പോയാലും കുഴപ്പമില്ല, അവനോട് അവന്റെ എല്ലാം ഞാൻ ബ്ലോക്ക് അല്ല. എൻ്റെ അടുത്ത് ആ കുട്ടി പറഞ്ഞു, മാഡം ഐ വിൽ ബ്ലോക്ക്. ഐ സെ ഡോണ്ട് ബ്ലോക്ക് ഇറ്റ്. ബ്ലോക്ക് എന്ന് പറയുന്നത് എന്തോന്നറിയോ, നമ്മുടെ മനസ്സിന് നമ്മളെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളൊരു സിംറ്റം. നമുക്കൊരു റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ നമുക്ക് ആരുടെങ്കിലും അടുത്ത് സംസാരിക്കാൻ താല്പര്യമില്ല, അല്ലെങ്കിൽ നമുക്ക് അയാളെ വേണ്ട, അല്ലെങ്കിൽ നമ്മളയാളെ കട്ട് ചെയ്യണം. നമ്മളെ വൈ ഷുഡ് ബി ബ്ലോക്ക്? എന്തിനാ ബ്ലോക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ബ്ലോക്ക് ചെയ്യുന്നെന്ന് പറയുന്നത് നമ്മൾ തോറ്റെന്നുള്ളതിന് തുല്യമാണ്. ആ കൊച്ചു പറഞ്ഞു, മാഡം ഞാൻ ബ്ലോക്ക് ചെയ്യും, വീണ്ടും ഞാൻ അൺബ്ലോക്ക് ചെയ്യും, വീണ്ടും ഞാൻ ബ്ലോക്ക് ചെയ്യും, വീണ്ടും ഞാൻ അൺബ്ലോക്ക് ചെയ്യും. നോ, യു ജസ്റ്റ് കീപ് ഇറ്റ് ആസ് ഓപ്പൺ. അത് മൈൻഡ് കൺട്രോൾ ചെയ്യാൻ പറഞ്ഞു കുറച്ച് ദിവസത്തേക്ക്. അങ്ങനെ കുറച്ച് മെഡിറ്റേഷൻ സ്റ്റെപ്സ് ഒക്കെ പറഞ്ഞു കൊടുത്തു. പുള്ളി വിളിച്ച് പറഞ്ഞു, നിനക്ക് സൗകര്യമുള്ള ചെയ്തു. ഐ വിൽ ടുക്ക് ഓൺ മൈ ഓൺ വേ. ഐ ഡിസൈഡ് ടു സ്റ്റോപ്പ് ദ റിലേഷൻഷിപ്പ് ഹിയർ. ഞാൻ പറഞ്ഞു, വേണ്ട കൊച്ചെ, അത് അന്തസ്സായിട്ട് ജീവിക്കുക കൊച്ചെ. എന്തിനാ പേടിക്കുന്നേ? ഇവൻ എന്തോ ചെയ്യാൻ പറ്റും? വേറെ ഒരാളെ കെട്ടിയാലേ നമുക്ക് വേറെ ആളെ തോറ്റു കൊടുക്കേണ്ട ആവശ്യമുള്ളൂ. കെട്ടുന്നില്ല, അപ്പൊ ഇവനൊക്കെ എന്തോ ചെയ്യാൻ പറ്റും? നമ്മളെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഇൻ ദാറ്റ് വേ ഐ ഗേവ് ഹർ കോൺഫിഡൻസ്. ഡോണ്ട് വറി ഗേൾ, യു ഹാവ് എ ലൈഫ്. ഇറ്റ്സ് നോട്ട് ടു പ്ലെഡ്ജ് ടു സംബഡി എൽസ്. ഇതുപോലെ എന്താ കുട്ടി എന്താ പറഞ്ഞു, മാഡം എനിക്ക് ഇനി കല്യാണമേ വേണ്ട, ഞാൻ വീട്ടുകാരോട് പറയാം, കുറച്ച് കഴിയട്ടെ. ഞാൻ ഓക്കെ, ഇഫ് ഇറ്റ് ഈസ് യുവർ ഡിസിഷൻ, യു സ്റ്റിക്ക് ഓൺ ടു ദാറ്റ്, യു മൂവ് ഫോർവേഡ്. ഒരിക്കലും തോറ്റു കൊടുക്കരുത്. തോൽവി എന്ന് പറയുന്നത് നമ്മൾ പെണ്ണുങ്ങൾക്ക് എന്ന് പറയുന്ന ഒരുപാട് എന്താ പറയുക, ഇമോഷണൽ സ്ട്രെങ്ത് ഒരുപാടുള്ളൊരു ബീയിങ് ആണ് ഹ്യൂമൻ ബീങ്. പക്ഷെ പിന്നെ എന്താ നമ്മൾ അതിനകത്ത് സറണ്ടർ ചെയ്യേണ്ട ആവശ്യമില്ല. സോ ദാറ്റ് അഡ്വൈസ് ഐ ഗേവ് ഹർ. ഷി വെന്റ് ഓഫ്. പക്ഷെ എന്താ സാധിച്ചാൽ ഈ പറഞ്ഞ സംഭവം പോയി. അവിടെ ചെന്ന റിലേഷൻഷിപ്പ് കട്ട് ചെയ്യാൻ പുള്ളിക്കാർ തീരുമാനിച്ചു. ഓൺ ഹർ ഓൺ റൈസ്. വീട്ടുകാർ എന്ത് പറഞ്ഞാലും ഇങ്ങനെ കഴുതയെ പോലെ പറഞ്ഞ് കേട്ടോണ്ടിരുന്ന കൊച്ചു ഓരോ കാര്യങ്ങൾ പുള്ളിക്കാരത്തി പറയാൻ തുടങ്ങി. നോ അമ്മ, ഐ കാൺ ഡു ദാറ്റ്. എനിക്കിനി കല്യാണം നോക്കണ്ട എന്ന് സ്ട്രോങ് ആയിട്ട് പറയാൻ കുട്ടിക്ക് പറ്റി. അതൊക്കെ റൈറ്റ് ഡിസിഷൻസ് ആണ്. കാരണം ഇതിനൊക്കെ ഒരു തീരുമാനം ഉണ്ടാക്കാൻ ചുമ്മാ അടുത്ത കല്യാണോട് കഴിച്ചാൽ അടുത്തതും കുളമായ എന്ത് ചെയ്യും? ഇമോഷണലി സ്ട്രെങ്ത് നമ്മൾ സ്ട്രോങ് ആവാതെ എന്തിനാണ് വൈ ഷുഡ് ബി ഗോൺ ടു ദിസ് ടൈപ്പ് ഓഫ് ടോക്സിക് റിലേഷൻഷിപ്സ് എന്നുള്ളത് കൺഫേം ആയപ്പോൾ ഈ മെഡിസിൻ ആക്ട് ചെയ്തൊരു പവറാണ് ഞാൻ കണ്ടത്. നമ്മുടെ മെഡിസിന്റെ പവർ. ആ കൊച്ചിനോട് പറഞ്ഞായിരുന്നു, മാഡം എത്ര സ്ലീപ്പിംഗ് പിൽസ് ഞാൻ കഴിച്ചു, ഐ കാൺ സ്ലീപ്പ് മാഡം, എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല. എത്രയോ ഡോക്ടർമാരെ ഞാൻ കണ്ടു, എത്ര സൈക്യാട്രിസ്റ്റിനെ ഞാൻ കണ്ടു, എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല. ഐ സ്റ്റാർട്ടഡ് സ്ലീപ്പിംഗ്. ഞാൻ നന്നായിട്ട് ഉറങ്ങാൻ തുടങ്ങി. എൻ്റെ അമ്മ ഷി വാസ് ടേക്കിംഗ് നെക്സിറ്റോ എത്രയോ നാൾ കൊണ്ട് എടുത്തുകൊണ്ടിരിക്കുകയാണ്. നെക്സിറ്റോ കഴിച്ച് വെച്ച് ചുമ്മാ കൃതി ഇരിക്കുന്നതിന് ഒരു പ്രയോജനമില്ല. ബട്ട് അവർ കാസനോസിൻ ബ്രിങ് ഹർ ബാക്ക്. കുറെ പേപ്പേഴ്സ് ഒക്കെ പോയിട്ടുണ്ട് ആ കൊച്ചിന്. അതെല്ലാം ഷി സ്റ്റാർട്ടഡ്. എടുത്ത് പറഞ്ഞു, ബട്ട് ഐ ക്യാൻ. ഐ സെഡ് യു ക്യാൻ, യു ഗോ ഓൺ. വാട്സപ്പിൽ ഇടയ്ക്ക് എന്നോട് വേറെ ചാറ്റ് ചെയ്യാൻ വരാറുണ്ട്. നല്ല കോൺഫിഡൻസ് കൊടുത്ത് ഒരു കുട്ടിയെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റി വിത്ത് ദ ഹെൽപ്പ് ഓഫ് അവർ മെഡിസിൻ കാസനോസിൻ. കാരണം ഈ പറഞ്ഞ പോലെ നമ്മുടെ മെഡിസിൻ പറ്റൂ. ഞാൻ എപ്പോഴും പേടിച്ചിട്ടുണ്ട്. കാരണം ഞാൻ ഈ പറഞ്ഞ ഈ കോൺസ്റ്റിറ്റ്യൂഷൻ മെഡിസിന്റെ കാര്യം പറയുമ്പോൾ ഐ ട്രൈ വിത്ത് ദിസ്. ഈ ബാച്ചുലർ നന്നായിട്ട് ട്രൈ ചെയ്ത് നോക്കി. ഓക്കെ, പറഞ്ഞോളൂ. ഇനി ആർക്കെങ്കിലും ഡൗട്ട്സ്? അല്ല, പറഞ്ഞു പൂർത്തിയാക്കി. ഓക്കെ, തീർന്നു, പൂർത്തിയായി. അപ്പം ഇതിനകത്ത് ഇപ്പൊ ഞാൻ പറഞ്ഞു വെച്ചാല് എന്ത് ഞാൻ പറഞ്ഞിരുന്ന പോയിന്റ് പോയി, ത്രെഡ് പോയി. അല്ല, കുട്ടി നല്ല ബോൾഡായി. സോ അല്ല എനിക്ക് അതിനകത്ത് പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ നമ്മുടെ മെഡിസിൻസിനകത്ത് നമ്മൾ ഈ കോൺസ്റ്റിറ്റ്യൂഷൻ ഡ്രഗ്സ് കൊടുക്കുന്നതിന്റെ കേസിൽ തന്നെ നമ്മൾ ചിലപ്പം എനിക്കൊക്കെ തോന്നിയിട്ടുണ്ട്, നമ്മുടെ ഈ കോൺസ്റ്റിറ്റ്യൂഷൻ മെഡിസിൻ മാത്രം വെച്ചിട്ട് കൊച്ചിന് ഉറങ്ങാനൊക്കെ പറ്റുമായിരിക്കും. ബാച്ച് ഫ്ലവർ ഓൾസോ. ഇപ്പൊ ബെത്ലഹേമോ, സ്റ്റാർ ഓഫ് ബെത്ലഹേമോ, റെസ്ക്യൂ റെമഡിയോ ഒക്കെ കുടിക്കേണ്ടി വരുമായിരിക്കും. ഇത്രയും ക്രോണിക് കേസ് പറ്റുമോ? ഇല്ല, പറ്റും. നമ്മുടെ പേടി മാത്രമാണ്. കൊടുത്തു നോക്കാം, വിൽ ഗെറ്റ് വണ്ടർഫുൾ റിസൾട്ട്.
കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡി, കറക്റ്റ് കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡി. പക്ഷെ നമ്മൾ പിടിച്ച് പോകണം. എന്നാൽ മാത്രമേ നമുക്ക് ആ പോയിന്റിൽ എത്താൻ പറ്റുള്ളൂ. സോ ദാറ്റ്സ് ഓൾ ഫോർ ദ ഡേ. അപ്പൊ ഇനി ആർക്കെങ്കിലും ഇത് പറയാനുണ്ടെങ്കിൽ യു ക്യാൻ ആസ്ക്. ആ കാർസിനോസിൻ 200 ഒറ്റ ഡോസ് മാത്രം മതിയായിരുന്നോ? പിന്നെ എന്തെങ്കിലും കൊടുക്കേണ്ടി വന്നോ? അല്ല, പുള്ളി പോയി. ഇനി തിരിച്ച് കിട്ടണമെങ്കിൽ ഇനി ഒരു 2 മാസം പിടിക്കും. ഓക്കെ. ഷീസ് ഓക്കെ, ഷീസ് ഗോയിങ് ഓൺ നൈസ്ലി. ഓക്കെ ഡോക്ടർ. സഹി ഡോക്ടർ ഹൈ ഒക്കെ കാണിച്ചിട്ടുണ്ട്. എന്റെ അടുത്ത സുഹൃത്താണ് സഹി ഡോക്ടർ. സഹി ഡോക്ടറെ ഹൈ. ഡോക്ടറെ ഒരു കാര്യം, ഡോക്ടർ ഇപ്പൊ ഈ Okay. പറഞ്ഞ ഈ ഒരു കേസിലെ ഈ കാർസിനോസിൻ കൊടുത്ത് ഇതിങ്ങനെ മാറിയല്ലോ, അപ്പൊ അതിന്റെ ഒരു 2 മിനിറ്റ് കൊണ്ട് ഈ പറഞ്ഞ മൊത്തം കണ്ടന്റ് ഒന്ന് പറയാമോ? നമുക്കൊരു ഷോർട്ട് വീഡിയോ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയാണ്. കേസ് മൊത്തോ? ആ കേസിന്റെ ഒരു ഷോർട്ട് 2, അതുകൊണ്ട് ഇങ്ങനെയുള്ള PCOD കേസുകളിൽ ഹോമിയോപ്പതി ഫലപ്രദമാണെന്ന് വരണം. ആ രീതിയിൽ ഒരു 2 മിനിറ്റ് കൊണ്ട് ഇപ്പൊ പറയാനാണോ? ഇപ്പൊ ഒന്ന് പറയാമോ? ഓക്കെ. ഒന്ന് ജസ്റ്റ്. ഓക്കെ. അതായത് ഇത് നമ്മുടെ ഈ PCOD കേസസിനകത്ത് വാട്ട് ഈസ് ഹാപ്പനിങ് ഇസ് ദാറ്റ് ഈ നമ്മുടെ മൈൻഡിൽ നിന്നുള്ള മെസ്സേജസ്, അതായത് മൈൻഡിൽ നിന്നുള്ള ഹോർമോൺസ്, ബ്രെയിനിൽ നിന്നുള്ള ഹോർമോൺസിന്റെ റിലീസ് കൊണ്ട് മാത്രമേ PCODക്കകത്ത് ചേഞ്ചസ് വരുത്താൻ പറ്റുള്ളൂ. അപ്പം നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷണൽ മെഡിസിൻ എന്ന് വെച്ചാൽ ഈ ഒരു കേസസിനകത്ത് PCOD കേസാണ് PCOD സിസ്റ്റായിട്ട് അപ്പിയർ ചെയ്തെങ്കിലും ആ പറഞ്ഞ കേസസിനകത്ത് ഇമോഷണൽ സ്പിയറിനകത്ത് ഭയങ്കരമായിട്ടുള്ള ചേഞ്ച് ഉള്ള കേസായിരുന്നു. അപ്പൊ ആ കുട്ടിയുടെ കേസിനകത്ത് നമ്മൾ വൈ കാസിനോസിൻ, അതാണ് വൈ കാസിനോസിൻ എന്നുള്ളതാണ് നമുക്ക് പറയുന്നത്. അപ്പൊ കാസിനോസിൻ എന്തുകൊണ്ട് ഇവിടെ കൊടുത്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരുപാട് മെന്റൽ ട്രോമാസ് ഇയേഴ്സ് ആയിട്ട് ഇങ്ങനെ മെന്റൽ ട്രോമാസ് കണ്ടിന്യൂസ് ആയിട്ട് അനുഭവിച്ചു വരുന്ന ഒരു കേസാണ്. അപ്പൊ ഈ അനുഭവിച്ചു വരുന്ന കേസിലാണെങ്കിൽ തന്നെയും അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് സങ്കടങ്ങൾ അനുഭവിച്ചു വരുന്ന ഡ്രഗ്സ് ഹോമിയോപ്പതിയിൽ എന്ന് പറഞ്ഞാൽ ഒരുപാടുണ്ട്. ആട്രമൂറുണ്ട്, പിന്നെ പക്ഷേ സ്റ്റാഫിസാഗ്രിയുണ്ട്, കാസിനോസിനുണ്ട്, പിന്നെ ഇഗ്നേഷ്യ എന്ന് പറയുന്നത് അത്ര ഒരു പക്ഷെ ഇഗ്നേഷ്യയുടെ കേസിൽ എന്താ ഡിഫറൻസ് എന്ന് വെച്ചാൽ ഇഗ്നേഷ്യയില് ഇപ്പൊ നമ്മൾ പണ്ട് നടന്ന കാര്യങ്ങൾ ഇപ്പോഴും അതേ ഇന്റൻസിറ്റിയിൽ തന്നെ പെയിൻ അവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ ഇഗ്നേഷ്യ. അപ്പൊ അത് ഇഗ്നേഷ്യ റൂൾ ഔട്ട് ചെയ്തു. പിന്നെ ഈ വരുന്ന നെക്സ്റ്റ് മെയിൻ ഡ്രഗ് എന്ന് പറയുന്നത് കാസിനോസിനാണ്. കാരണം ഈ കാസിനോസ് എന്ന് പറയുന്നെങ്കിലും കാസിനോസിന്റെ ഫൈനൽ സ്റ്റേജ് നമ്മളിപ്പോ കുട്ടിയിൽ കണ്ടത്, കുട്ടി അങ്ങ് ചത്ത്, ഞാൻ പറഞ്ഞില്ലേ, മൈൻഡ് ഫുൾ ആയിട്ട് സറണ്ടർ ചെയ്തിട്ട് സൈക്കോസൊമാറ്റിക്കിലോട്ട് പോയി. That strike out the point of carcinosis. Okay. ഡോക്ടറെ, അപ്പൊ ഇങ്ങനെ കോൺസ്റ്റിറ്റ്യൂഷണൽ ഡ്രഗ് കൊടുത്ത് നമുക്ക് PCOD കംപ്ലീറ്റ് ക്യൂർ ചെയ്യാൻ പറ്റും? മെഡിസിൻ വേണമെന്നില്ല, മൊത്തത്തിലുള്ള ഒരു പരസ്യം പോലെ കൊടുക്കാനും കൂടാ? അല്ല മാഡം, ഇതിനകത്ത് ഇപ്പൊ എന്തോ പ്രശ്നം എന്നറിയോ? ഇതിനകത്തുള്ള പ്രശ്നം വെച്ചാൽ ഇതിപ്പോ PCODയെ പിടിച്ചു കഴിഞ്ഞാൽ കേസ് ഫെയിൽ ആവും. ഇപ്പൊ സാറ് നേരത്തെ എടുത്തിരുന്ന ക്ലാസ് എടുത്തിരുന്ന സാറ് ടിഷ്യൂ റെമഡിയെ പറ്റി കുറെ കാര്യങ്ങൾ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു. പക്ഷേ ഈ ടിഷ്യൂ റെമഡിയുടെ കേസസ് ഒക്കെ വരുന്നത് ഇപ്പൊ ഒരു പോയിന്റിലോട്ട് ഡിസീസ് ഫോക്കസ് ചെയ്തിട്ടുണ്ടെങ്കിൽ വി ക്യാൻ സ്റ്റോപ്പ് ഇറ്റ് ബൈ സൈക്കിംഗ് ടു ദാറ്റ് പോയിന്റ് യൂസിംഗ് ദ ടിഷ്യൂ റെമഡി ഓർ അക്യൂട്ട് റെമഡി. പക്ഷെ ഇത് ഹോളിസ്റ്റിക്കാ, എല്ലാ സിസ്റ്റത്തിനെയും കാർന്ന് തിന്ന്. അപ്പൊ ഇത് ഓടിക്കൊണ്ടിരുന്ന എല്ലാത്തിനെയും പിടിച്ചു പോകുമ്പോൾ ഓരോ സ്ഥലത്തെ പോയിന്റ് എവിടെ ഇട്ട് നമ്മൾ മെഡിസിൻ കൊടുക്കും? അപ്പൊ പിന്നെ സെൻട്രൽ സ്വിച്ചിനെ ബട്ടണെ അമർത്തിയാൽ മാത്രമേ നമുക്ക് കറണ്ട് ഓഫ് ആക്കാൻ പറ്റുള്ളൂ. കേസായോണ്ട് ഇങ്ങനെ പറയാൻ പറ്റും അല്ലേ? അത് മനുഷ്യർ മൊത്തം പോയി, എല്ലാ സിസ്റ്റവും പോയി. ഇപ്പൊ PCODക്ക് എല്ലാത്തിനും കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡി കൊടുത്താൽ പറ്റുമെന്ന് വെച്ചാൽ അല്ല. PCODക്ക് ഞാൻ പറഞ്ഞില്ലേ, PCODക്ക് ശരിക്കും പറഞ്ഞ കുറെ ഡ്രഗ്സ് ഉണ്ട്, സ്പെസിഫിക് ഡ്രഗ്സ് ഉണ്ട്. അത് PCOD മാത്രമാണെങ്കിൽ ഓക്കെ ഫൈൻ, ദാറ്റ് PCOD കറക്റ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ എന്റെ അനുഭവത്തിൽ ഞാൻ പറയുന്നത് തൈറോയ്ഡ് കേസസ്, PCOD കേസസ്, ഞാൻ കുറെ റിപ്പോർട്ട്സ് ഇങ്ങനെ എടുത്തു വെച്ചിട്ടുണ്ട്. അതായത് അത് ഞാൻ എവിടെങ്കിലും ഒരു നല്ല സ്ഥലത്ത് അവതരിപ്പിക്കാൻ വേണ്ടി എടുത്തു വെച്ചിരിക്കുന്നതാണ്. അതായത് ട്രയാഡ് 4 വന്ന കേസുകൾ ഒന്ന് ആലോചിച്ച് നോക്ക്. ട്രയാഡ് 4 വന്ന കേസുകൾ ഹോമിയോപ്പതിക് മെഡിസിൻ വിതിൻ 1 month ട്രയാഡ് 1 ആക്കാൻ പറ്റി. ബിറാഡ്സ് അതേപോലെ 3 കിടന്നതിനെ ബിറാഡ്സ് 1 ആക്കാൻ പറ്റി. ഇതൊക്കെ ഹോമിയോപ്പതിയിൽ നടക്കുമെന്ന് പറഞ്ഞത് എവിടെ കൊണ്ട് കാണിക്കാനോ ആരെ കാണിക്കാനോ ഒരു ഐഡിയ ഇല്ല. ബട്ട് ദർ ആർ റിസൾട്ട്സ് വിത്ത് മീ. ഓക്കെ. അപ്പോ എന്തായാലും ഇന്നത്തെ ക്ലാസ്സും പതിവ് പോലെ തന്നെ വളരെ ഗംഭീരമായിരുന്നു. നമ്മുടെ സമയം ഏകദേശം കഴിയാറായി. സഹീർ ഡോക്ടർക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? വളരെ അടുത്ത സുഹൃത്തുക്കളാണെന്ന് പറഞ്ഞു. അപ്പൊ എന്തായാലും സഹീർ ഡോക്ടറുടെ കമന്റും പറഞ്ഞ് നമ്മുടെ നിത്യ ഡോക്ടർക്ക് നന്ദിയും പറയണം.
ഡോക്ടർ പോയി കാണും ചിലപ്പോ. ഇല്ല ഇല്ല, ഉണ്ട്. ഡോക്ടറെ ഞാൻ അൺമ്യൂട്ട് ചെയ്തേ ഡോക്ടറെ. അൺമ്യൂട്ട് ചെയ്ത്. ഓക്കെ, ആ പറഞ്ഞോളൂ വളരെ വളരെ ദിവസങ്ങൾക്ക് ശേഷം ഫുൾ ടൈം ക്ലാസ് ഇന്നാണ് കയറിയത്. ആയതുകൊണ്ടാണ് പറ്റിയത്. അതുപോലെ നേരത്തെ വീട്ടിലെത്താനും പറ്റി. എന്തായാലും വളരെ ഇത്രയും നന്നായിട്ട് പ്രസന്റ് ചെയ്യുമെന്ന് ഞാൻ തന്നെ അതിശയിക്കുന്നു കേട്ടോ. നന്നായിരുന്നു പ്രസന്റേഷൻ. എന്തായാലും നിത്യക്ക് അഭിനന്ദനങ്ങൾ. അതോടൊപ്പം ഈ IFPHKയുടെ കുടുംബാംഗങ്ങളുടെ നന്ദി അറിയിക്കുകയാണ്. താങ്ക് യു ഡോക്ടർ. നന്ദി സഹീർ ഡോക്ടറെ. എന്തായാലും വളരെ സന്തോഷം. അപ്പൊ ഇനിയും ഇതുപോലുള്ള നല്ല കേസുകളുമായിട്ട് ഡോക്ടർ ഇനിയും വരണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ടും ഡോക്ടർക്ക് എല്ലാവിധ ആശംസകൾ അർപ്പിച്ചുകൊണ്ടും ഇന്നത്തെ മലയാളം സെഷൻ വൈകിട്ടുള്ള സമയമായി. ക്ലാസ് കേട്ടിരുന്ന എല്ലാവർക്കും താങ്ക്സ് കേട്ടോ. ഗുഡ് നൈറ്റ്. ഓക്കെ, എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട്, പ്രത്യേകിച്ചും നിത്യ ഡോക്ടർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് മലയാളം സെഷൻ വൈൻഡപ്പ് ചെയ്യുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു.